ആണോ പറയുന്നത്? അതോ ഉള്ളിന്റെ ഉള്ളിൽ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നമ്മൾ അർഹിക്കുന്ന ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ആ ഒരു പൂർണ്ണത അനുഭവിച്ചുള്ള, സന്തോഷം അനുഭവിച്ചുള്ള, സ്നേഹം അനുഭവിച്ചുള്ള വല്ലാത്തൊരു സുഖം അല്ലെ? നമ്മൾ ആത്മസുഖം എന്നൊക്കെ പറയില്ലേ? ഉള്ളിന്റെ ഉള്ളിൽ ആ സുഖം അനുഭവിച്ചുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. യെസ് ഓർ നോ? യെസ്. ശരിക്കും ആ ഹാപ്പിനെസ് ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ മുഖത്തൊക്കെ നോ പറയും. ഇപ്പൊ കുറച്ച് നോ വരുന്നുണ്ട്. കുറച്ച് നോ, കുറച്ച് ആളുകൾ എസ്, നോ, കുറെ പേര് എസ് തന്നെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾക്ക് എസ് തന്നെയാണ് പറയുന്നത്. നമ്മൾ നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിനെസിന്റെ വല്ലാത്തൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ലെ? ഇത്ര ഹാപ്പിനെസ് മതിയോ? യഥാർത്ഥത്തിൽ ഇത്രയല്ല, ഞാൻ ഇതിലേറെ ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ്? ഇതിലേറെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇതിലേറെയൊക്കെ നല്ലൊരു ഹാപ്പി ലൈഫ് നമുക്ക് നേടാൻ പറ്റും. പക്ഷെ എന്തോ എവിടെയോ ഒരു സംതിങ് ലാക്കിങ്, എവിടെയോ ഒരു കുറവുണ്ട്. തോന്നുന്നുണ്ടോ? എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? എവിടെയോ ഒരു കുറവുണ്ട്. കുറച്ചും കൂടെയൊക്കെ മാറാം, കുറച്ചും കൂടെയൊക്കെ ഹാപ്പി ആകാം, കുറച്ചും കൂടെയൊക്കെ എനർജി, കുറച്ചും കൂടെയൊക്കെ ഉള്ളറിഞ്ഞുകൊണ്ടുള്ള ഒരു സന്തോഷം വേണം എന്ന് യെസ്, 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 കുറെ പേര് ആഗ്രഹിക്കുന്നുണ്ട്. യെസ്. യഥാർത്ഥത്തിൽ നമ്മളുടെ കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. എവിടെയോ ബ്ലോക്ക് ഉണ്ട് അല്ലെ? ഉള്ളില് ബ്ലോക്ക് ഉണ്ട്. ഉള്ളിൽ എവിടെയോ ഒരു അപൂർണതയുണ്ട്. പക്ഷെ പുറമേക്ക് നമ്മൾ അങ്ങനെ പറയാൻ പഠിച്ചതാണ്. അങ്ങനെ തന്നെയാ പറയണ്ടത് ട്ടോ. അങ്ങനെ തന്നെയാണ് പറയണ്ടത്. ഹാപ്പിയാണ് നമ്മൾ പറയണം. ഹാപ്പിയാണ് നമ്മൾ പറയണം. പക്ഷെ ഞാനിപ്പോ ചോദിച്ച ചോദ്യം എന്താച്ചാല്, ഉള്ളറിഞ്ഞ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. വേണ്ടേ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഉള്ളറിഞ്ഞ്, ഉള്ളിന്റെ ഉള്ളിൽ ആ സംതൃപ്തിയും സന്തോഷവും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഹാപ്പിനെസ് ലൈഫിൽ വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? വെരി ഗുഡ്, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പോരെ, 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 ഒരുപാട് 10-600ഓളം ആളുകൾ ഇവിടെ ഉണ്ട്. എത്ര പേരുണ്ട്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. വെരി ഗുഡ്, അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സെഷൻ കേട്ടോ. നമുക്ക് ഏത് സിറ്റുവേഷനിലും, ഏത് സാഹചര്യത്തിലും, നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുക എന്നുള്ളത് വല്ലാത്തൊരു ബ്ലെസ്സിങ് ആണ്. കുറെ ആളുകൾ അങ്ങനെ ലൈഫ് നയിക്കുന്നവരാണ്. നമ്മളിൽ പല ആളുകളും ഒരുപക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ എവിടെയോ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യാറുണ്ട്. ആ കുറവിനെ നികത്തുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ട്ടോ. എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഫുൾഫിൽമെന്റ് അല്ലെ? അങ്ങനെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫുൾഫിൽമെന്റ് ആണ്, നിറവാണ്, സന്തോഷം നിറയുന്ന ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണ്. നമുക്ക് അങ്ങനെ ഒരു ജന്മമാണല്ലോ നമുക്ക് ലഭിച്ചല്ലേ? നമ്മളെ ജന്മം അങ്ങനെ തന്നെ അല്ലേ? നമ്മൾ ജനിച്ചപ്പോ അങ്ങനെ ആയിരുന്നില്ലേ? ശരിക്കും ല്ലേ? ചെറിയ കുഞ്ഞുങ്ങളെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നില്ലേ ആ യഥാർത്ഥ പുഞ്ചിരി? ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മൾക്ക് പലപ്പോഴും അറിയാം ഈ പല്ല് മുളക്കുന്നതിന് മുന്നേയുള്ള നിഷ്കളങ്ക പുഞ്ചിരി എന്ന്. പല്ല് മുളച്ച് കാണുമ്പോ അത്ര ഉണ്ടാവില്ല. എവിടെയോ ഒരു കുറവ് ഫീൽ ചെയ്യാറുണ്ട് പറയുമല്ലോ. ആ നിഷ്കളങ്കതയുടെ ആ മുഖത്ത് കാണുന്ന ഒരു പുഞ്ചിരി ഉണ്ടല്ലോ അല്ലെ? നമുക്കൊക്കെ എല്ലാവർക്കും അത് ഉണ്ടായിരുന്നല്ലോ അല്ലെ? പാൽപുഞ്ചിരി. വാവ്! നമ്മളെ റസിയ പറയുന്നു പാൽപുഞ്ചിരിയാണെന്ന്. നമ്മൾക്ക് എല്ലാവർക്കും ആ പുഞ്ചിരി ഉണ്ടായിരുന്നു അല്ലെ? നമ്മൾക്ക് എല്ലാവർക്കും ആ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ പല ആളുകൾ എന്നോട് നമ്മൾ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, സാറേ അതൊക്കെ ഒരു കാലം, അതൊക്കെ ഇനി എന്ന് തിരിച്ചു കിട്ടാൻ, അതൊക്കെ പോയി, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി, അതൊക്കെ ഇനി ലൈഫിൽ കിട്ടുമോ, അങ്ങനെയൊക്കെ ഒരു ലൈഫ് ഇനി ഉണ്ടാവുമോ അല്ലെ? അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക്? അങ്ങനെയൊക്കെ ഒരു സന്തോഷം ലൈഫ് നമുക്ക് ഉണ്ടാവുമോ? തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ സന്തോഷം കിട്ടുമോ അല്ലേ? ആ പാൽപുഞ്ചിരിയൊക്കെ കിട്ടുമോ? ആ ഒരു സന്തോഷമൊക്കെ കിട്ടുമോ? എങ്ങനെ കിട്ടാനാണ്? കിട്ടുമോ, കിട്ടുമോ, കിട്ടുമോ? ചോദ്യം അതാണ് അല്ലേ? കിട്ടണം. വഹീദ പറയുന്നു കിട്ടണം. അപ്പൊ കിട്ടണം എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഒരു കാര്യം കിട്ടണം, ഒരു കാര്യം ലഭിക്കണം, ഒരു കാര്യം ഉണ്ടാവണം, നേടിയെടുക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? എവിടെയോ എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെ? ആണോ അല്ലെ? സ്വർണം. ആ ഒരു പൂർണ്ണതയുടെ സന്തോഷം, ആ നിഷ്കളങ്കമായുള്ള സന്തോഷം എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സ്വർണം ആണോ അല്ലേ? എവിടെയോ നമുക്കത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എവിടെയോ നമുക്കത് കൈമോശം വന്ന് പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നഷ്ടപ്പെട്ടിട്ടുണ്ടോ?
നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നഷ്ടപ്പെട്ടിട്ടുണ്ട്, നമുക്ക് കൈമോശം വന്ന് പോയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. ഇവിടെ ഒരാൾ പറയുന്നു 3 ലക്ഷം രൂപ കിട്ടാനുണ്ട്, അതിന്റെ ടെൻഷനിലാണ്, എങ്ങനെ സാറേ ഹാപ്പി ആവുകയെന്ന് അല്ലെ ചോദ്യാണ് അല്ലെ. ഞാൻ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങൾ ലഭിക്കാതെ എങ്ങനെയാ ഹാപ്പി ആവുക? ഞാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കുന്നില്ല. ജീവിതം മൊത്തം പ്രശ്നത്തിലാണ്. ഈ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ? ഈ പ്രശ്നങ്ങൾ തീരാതെ എങ്ങനെയാണ് ഹാപ്പി ആവുക? എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ഇതെല്ലാം കിട്ടിയാലല്ലേ ഹാപ്പി ആവുകയുള്ളൂ. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇങ്ങനെ നമ്മൾ പല കാരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. നമുക്ക് ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യമാണ്. നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നലാണ് പലപ്പോഴും. അത് തോന്നലാണോ? അത് റിയാലിറ്റി അല്ലേ എന്നാ നമ്മൾ വിചാരിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു എനർജിയെ കുറിച്ച് പഠിക്കുമ്പോ, ഇതിന്റെ ഈ യാത്രയെ കുറിച്ച് പഠിക്കുമ്പോ, ഈ ഫുൾഫിൽമെന്റ് ആ ഒരു പൂർണ്ണത അനുഭവിക്കുന്ന, ആത്മസംതൃപ്തി അനുഭവിക്കുന്ന, ആ നിറവ് അനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ നേടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ, മനസ്സിലാക്കുമ്പോ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്കത് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. സ്ക്രീനിൽ അനോട്ടേഷൻ ഓഫ് ചെയ്യണേ. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്ക്രീനിൽ എന്തൊക്കെയോ ലൈൻസ് വരുന്നുണ്ട്. ഹോസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. അനോട്ടേഷൻ ഓൺ ആയി കിടക്കുന്നത് കൊണ്ട് സ്ക്രീനിൽ എന്തൊക്കെയോ റൈറ്റിംഗ്സ് വരുന്നുണ്ട്. ഓക്കെ. ഹാപ്പിനെസ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് നമ്മളുടെ പ്രശ്നം. യഥാർത്ഥത്തിൽ എനർജറ്റിക് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ, ആ പൂർണ്ണതയെക്കുറിച്ച് പഠിക്കുമ്പോൾ, ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ആ നമ്മളുടെ ആ ഒരു ബേസിക് ആയുള്ള എനർജറ്റിക് റിയാലിറ്റി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളെ അറിയുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള നമ്മളെന്ന പരമമായ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട, നമ്മൾ തിരിച്ചറിയുന്ന വലിയ സത്യമുണ്ട്. ഇത് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെന്താ അവിടെ സംഭവിക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത് അല്ലെ? നഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് അനുഭവിക്കാൻ കഴിയണ്ടേ? എന്തുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല? അതാണ് ചോദ്യം അല്ലെ? സ്വർണ്ണോ എന്തായിരിക്കും അതിന്റെ ഉത്തരം? ഞാൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന, എന്റെ ലൈഫിൽ ഞാൻ അർഹിക്കുന്ന സന്തോഷം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് പറ്റാത്തത്? എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എന്തായിരിക്കും കാരണം? പറയൂ. ഞാൻ അർഹിക്കുന്ന, ഞാൻ ഡിസേർവ് ചെയ്യുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിനെസ്, ആ ഒരു സന്തോഷം എനിക്ക് എന്തുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല? സാഹചര്യത്തെ കുറിച്ച് പറയും. സാഹചര്യമാണെന്ന് പറയുന്നു അല്ലെ? സാഹചര്യമാണോ? സാഹചര്യങ്ങളാണ്, ബ്ലോക്കുകൾ. നമുക്ക് കുറെ ബ്ലോക്കുകൾ നമ്മൾ അറിയാതെ നമ്മുടെ ലൈഫിൽ കുറെ ബ്ലോക്കുകൾ കയറി വരുന്നു എന്നുള്ളതാണ്. അതെ, നമ്മുടെ ചിന്തകളായിട്ടും വികാരങ്ങളായിട്ടും ഒരുപാട് ബ്ലോക്കുകൾ കയറി വരുന്നുണ്ട്. ഈ ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് അല്ലെ? നമ്മൾ നിരന്തരമായി കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന വികാരങ്ങൾ എന്താണ്, വിചാരങ്ങൾ എന്താണ്, അത്തരം ഫീലിങ്സ്, ആ ഫീലിങ്സ് നീ പലപ്പോഴും നെഗറ്റീവായുള്ള ചിന്തകൾ വരുമ്പോൾ അത് മറഞ്ഞു കിടക്കുന്നു. അതായത് നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ആ സന്തോഷത്തിന്റെ വെളിച്ചം നമ്മൾ കാണാതെ പോകുന്നു, നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അത് ഉള്ളിലുണ്ട്. ആദ്യമായിട്ട് അവയർനെസ് ഉണ്ടാവേണ്ടത് അതാണ്. അവബോധന ശക്തി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ അതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയലാണ്. മേക്ക് യുവർ സെൽഫ് ഹാപ്പി ഫസ്റ്റ്. നമുക്ക് നമ്മളെ ഹാപ്പി ആക്കാൻ കഴിയും. ആ തിരിച്ചറിവിന്റെ ശക്തിയിൽ നമുക്ക് നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധമുണ്ടാവുക അല്ലെ? അത് മറ്റുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അല്ല. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകും. നമ്മൾ വിചാരിക്കാത്ത പല നെഗറ്റീവായുള്ള സിറ്റുവേഷൻ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പല വ്യക്തികളിൽ നിന്നായി, സാഹചര്യങ്ങളിൽ നിന്നായി പലപ്പോഴും നെഗറ്റീവായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആ അനുഭവങ്ങൾ ഉണ്ടായത് നമ്മുടെ ലൈഫിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്?
നമ്മൾ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന സന്തോഷ ജീവിതം അത് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഹാപ്പിനെസ്സിനെ, നമ്മൾ ആ റിയാലിറ്റിയിൽ നിന്ന് നമുക്ക് ഓരോ നിമിഷം ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള നമ്മളുടെ ആ ഒരു അവകാശത്തെ അല്ലെങ്കിൽ ആ ബോധത്തെ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ആ അവബോധത്തിന്റെ ശക്തി കൊണ്ടുവരാൻ പറ്റും. അതാണ് മേക്ക് യുവർ സെൽഫ് ഹാപ്പി ഫസ്റ്റ്. അത് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരും. നമ്മളെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. അല്ലെ? സാഹചര്യങ്ങൾ എന്തായാലും, സന്ദർഭങ്ങൾ എന്തായാലും എല്ലാ സാഹചര്യങ്ങൾക്കും അനുകൂലമാവണമെന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല, അല്ലെ? നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം, ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിതം ഉണ്ടാവണം, ഞാൻ വിചാരിച്ച ലക്ഷ്യങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് നേടണം എന്നുള്ളതാണ്. പക്ഷേ അത് നേടിയാലേ ഞാൻ ഹാപ്പി ആവുകയുള്ളൂ എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. എന്നാൽ അങ്ങനെ നമുക്ക് എന്താണ് റീസൺസ്, കാരണങ്ങൾ വെക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അത്തരം കാര്യം, ഞാൻ വിചാരിച്ച ജോബ് കിട്ടിയാൽ, ഞാൻ വിചാരിച്ച ക്യാഷ് കിട്ടിയാൽ, ഞാൻ വിചാരിച്ച ബിസിനസ് നടന്നാൽ, ഞാൻ വിചാരിച്ച അത്ര ഹെൽത്തി ആയി കഴിഞ്ഞാൽ, എന്താണോ ഞാൻ വിചാരിക്കുന്നത് അത് നടന്നാൽ ഞാൻ ഹാപ്പി ആവും. അവിടെ എന്താ പ്രശ്നം? നമ്മൾ കണ്ടീഷൻസ് ആണ്, അല്ലെ? വ്യവസ്ഥകളാണ്. ഹാപ്പി ആവാൻ നമുക്ക് ഒരുപാട് കാരണങ്ങൾ വേണം, അല്ലെ? യെസ് ഓർ നോ? ഹാപ്പി ആവാൻ നമുക്ക് ഒരുപാട് കാരണങ്ങൾ ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഹാപ്പി ആവാൻ നമുക്ക് കാരണങ്ങൾ വേണോ? ഹാപ്പി ആവാൻ നമുക്ക് കാരണങ്ങൾ ആവശ്യമുണ്ടോ? നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. ഹാപ്പി ആവണമെങ്കിൽ നമുക്ക് കാരണങ്ങൾ വേണം, അല്ലെ? ഹാപ്പി ആവണമെങ്കിൽ നമുക്ക് കാരണങ്ങൾ വേണം. നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചത് അങ്ങനെയാണ്. മാർക്ക് കിട്ടിയാൽ, സ്കൂളിൽ മാർക്ക് കിട്ടിയാൽ ഹാപ്പി ആവും, മാർക്ക് ഇല്ലെങ്കിൽ ഹാപ്പി അല്ല, അല്ലെ? നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ, വിചാരിച്ച ഡ്രസ്സ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, വിചാരിച്ച ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഹാപ്പി ആവുകയുള്ളൂ. അതായത് ഒരുപാട് കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. ഹാപ്പിനെസ്സിന് കാരണങ്ങൾ ആവശ്യമുണ്ടോ? അങ്ങനെ കാരണങ്ങൾക്ക് വേണ്ടി മാത്രം ഹാപ്പി ആയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? നമുക്കങ്ങനെ കാരണങ്ങൾ ഉണ്ടായാൽ മാത്രം ഹാപ്പി ആവുള്ളൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും കാരണങ്ങളെ നമ്മൾ തേടേണ്ടി വരും, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണങ്ങൾ ലഭിച്ചാൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ കാരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഹാപ്പി ആവുകയുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക? ഹാപ്പിനെസ്സിന്റെ റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കാതെ പോകും, നമുക്ക് മനസ്സിലാവാൻ കഴിയാതെ പോകും. അതാണ് മെയിൻ ആയിട്ട് ബി ഹാപ്പി ഫോർ നോ റീസൺ എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്തണം എന്നുള്ളതാണ്. പ്രശസ്ത സൈക്കോളജിസ്റ്റ് പറയുന്ന റൈറ്റർ പൗലോ കൊയ്ലോ, എല്ലാവർക്കും പരിചയമുള്ള ആളായിരിക്കുമല്ലോ, അല്ലെ? പൗലോ കൊയ്ലോ ആൽക്കെമിസ്റ്റിന്റെ റൈറ്റർ പറയുന്നുണ്ട്, if you are happy for a reason, നിങ്ങൾ എന്തെങ്കിലും റീസണ് വേണ്ടിയിട്ട് ഹാപ്പി ആയി കഴിഞ്ഞാൽ യുവർ ലൈഫ് വിൽ ബി ഇൻ ട്രബിൾ. നിങ്ങൾ ലൈഫ് ട്രബിൾ ആണ്. കാരണം എന്താണ് കാരണം? നിങ്ങൾ ഇഫ് യു ആർ ഹാപ്പി ഫോർ എ റീസൺ യു ആർ ഇൻ ട്രബിൾ ബിക്കോസ് ദാറ്റ് റീസൺ ക്യാൻ ബി ടേക്കൻ ഫ്രം യു. കാരണങ്ങൾ ഏത് നിമിഷവും നിങ്ങളിൽ നിന്ന് പോവാം. നിങ്ങൾക്ക് സമ്പത്ത് കിട്ടണം നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ സമ്പത്ത് കിട്ടും. 3 ലക്ഷത്തിന്റെ ഒരു എക്സാമ്പിളോടെ പറഞ്ഞു. 3 ലക്ഷം കിട്ടിയാൽ ഞാൻ ഹാപ്പി ആവും എന്ന് പറയുന്നു. എന്താണ്? എത്രത്തോളം ആയുസ് ഹാപ്പിനെസ്സിന് ഉണ്ടാകും? എത്രത്തോളം ആ ഹാപ്പിനെസ്സിന് ആയുസ് ഉണ്ടാകും? 3 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു? അത് തീർന്നില്ലേ? നിങ്ങൾക്ക് 3 ലക്ഷം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഒരാൾ പറഞ്ഞു, എനിക്ക് പ്രോപ്പർട്ടി ഗോൾഡ് എല്ലാം നഷ്ടപ്പെട്ടു, ഈ പ്രോപ്പർട്ടിയും ഗോൾഡും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആകുന്നു. ഈ ഹാപ്പിനെസ്സിന് എത്ര ആയുസ് ഉണ്ടാകും? എന്റെ ചോദ്യം ഇതാണ്. ഈ ഹാപ്പിനെസ്സിന് എത്ര ആയുസ് ഉണ്ടാകും? നിങ്ങളെ പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളെ ഗോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളെ 3 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആ ഹാപ്പിനെസ് അതിനുശേഷം ഉണ്ടാവുമോ? അതിന് ശേഷം ആ ഹാപ്പിനെസ് നിലനിർത്താൻ പറ്റുമോ? എങ്ങനെയാണ് അങ്ങനെ ഹാപ്പിനെസ് നമുക്ക് നിലനിർത്താൻ പറ്റുക? നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ ചെയ്തു. നമുക്ക് താൽക്കാലികമായുള്ള ഒരു സന്തോഷം മാത്രമേ അത് നൽകുകയുള്ളൂ. പരിപൂർണമായുള്ള ഒരു സന്തോഷം അതിൽ ലഭിക്കണമെങ്കിൽ, പരിപൂർണമായുള്ള ഒരു സന്തോഷം നമുക്ക് അതിൽ ലഭിക്കണമെങ്കിൽ എന്താണ്? പൂർണ്ണമായുള്ള സന്തോഷം നമുക്ക് അത് ലഭിക്കണമെങ്കിൽ, അത് കഴിഞ്ഞിട്ടും ഹാപ്പിനെസ് നമുക്ക് നിലനിർത്താൻ സാധിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ, ഹാപ്പിനെസ് നമുക്ക് നിലനിർത്താൻ കഴിയണമെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഏതവസ്ഥയിലും, ഏത് സാഹചര്യത്തിലും, ഏത് സന്ദർഭങ്ങളിലും നമുക്ക് ഹാപ്പി ആവാൻ പറ്റുമെന്നുള്ള ഒരു ബോധം, ഒരു ചിന്തയുണ്ടാവുക എന്നുള്ളതാണ്, അല്ലെ? രോഗം വന്നാൽ എങ്ങനെ ഹാപ്പി ആവുമെന്ന് അടുത്ത ആള് ചോദിക്കുന്നത്. നേരത്തെ ഒരാൾ ചോദിച്ചില്ലേ, സമ്പത്ത് നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഹാപ്പി ആവുമെന്നാണ് ചോദിച്ചത്, അല്ലെ?
ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എങ്ങനെ ഹാപ്പിയാന്ന് ചോദിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും, ലോകത്തൊന്നുമില്ലെങ്കിലും, വിചാരിച്ച ഒന്നും നേടിയില്ലെങ്കിലും, അല്ലെ, നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ ലൈഫില്, നമ്മളെ കാഴ്ചയിൽ അവർ ലൈഫിൽ ഒന്നും ഉണ്ടാവില്ല, അല്ലെ? അങ്ങനത്തെ ആളുകൾ കണ്ടിട്ടില്ലേ? അവർക്ക് വേണ്ടത്ര സുഖ സൗകര്യങ്ങളില്ല, താമസിക്കാൻ ഒരു വീട് പോലും ഇല്ല, കഴിക്കാൻ ഭക്ഷണമില്ല, വൃത്തിയുള്ള സാഹചര്യങ്ങൾ ജീവിക്കാൻ പോലും കഴിയുന്നില്ല. റോഡ് സൈഡിലും മറ്റു ചുറ്റുപാടുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ജീവിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? പലപ്പോഴും അവരെ കണ്ടിട്ട് നമുക്ക് അസൂയ തോന്നാറില്ലേ സ്വർണം? പലപ്പോഴും അത്തരം ആളുകളെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാറില്ലേ? കാരണം ഇത്രയും സുഖ സൗകര്യങ്ങളൊക്കെ ലഭിച്ചിട്ടും, AC റൂമിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടും, ലക്ഷറി കാറിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടും, അല്ലെ, ഒരു ദിവസം 4 നേരവും 5 നേരവും ഭക്ഷണം സുഭിക്ഷമായിട്ട് ഭക്ഷണം ലഭിച്ച് സുഖകരമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ടും, നമ്മൾ ആഗ്രഹിച്ച ചില, അല്ലെ, നമ്മള് മുമ്പൊക്കെ ആഗ്രഹിച്ച അല്ലെ മറ്റു പല ആളുകളും ജീവിതത്തിൽ ഒന്ന് ബേസിക് ആയിട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്ക പോലും ചെയ്യാതെ നിരന്തരമായിട്ട് നമ്മുടെ ലൈഫിൽ നിരന്തരമായിട്ട് ലഭിച്ചിട്ടും, അല്ലെ, മറ്റുള്ള ആളുകൾക്ക് കേവലം സ്വപ്നമായ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാണ്, അല്ലെ? ഒരുപാട് ആളുകളുടെ ലൈഫിൽ സ്വപ്നം, ഒരുപാട് ആളുകളുടെ സ്വപ്ന ജീവിതങ്ങളല്ലേ നമ്മളെല്ലാവരും നയിക്കുന്ന സ്വർണം? ഒരുപാട് ആളുകൾക്ക് കേവലം സ്വപ്നമായുള്ള ജീവിതമല്ലേ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന സ്വർണം? ഒരുപാട് ആളുകളുടെ ലൈഫിൽ സ്വപ്നങ്ങളാണല്ലേ സ്വർണം? ഒരുപാട് ആളുകളുടെ ലൈഫിൽ കേവലം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നത്. എന്നിട്ടും നമ്മൾ ഹാപ്പി അല്ല പലപ്പോഴും. അവര്, അല്ലെ, നമ്മൾ നമ്മൾ നമ്മളെയും അവരെയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മളെക്കാളും ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആളുകൾ അവരായിരിക്കും. അല്ലെ? ഹാപ്പിനെസ് കൊണ്ട് നോക്കുമ്പോ ഒന്നും ഇല്ല എന്ന് നമ്മുടെ കാഴ്ചയിൽ തോന്നുന്ന ആൾക്കാർ നമ്മളെക്കാളും ഹാപ്പി ആയിട്ട് നമ്മൾ കാണുന്നു. അപ്പം ലൈഫിൽ ഹാപ്പി ആവുക എന്നുള്ളത് ലൈഫിൽ എന്തുണ്ടോ ഇല്ലേ എന്നതുമായി ബന്ധപ്പെട്ടല്ല. അത് ആദ്യം മനസ്സിലാക്കുക. എങ്ങനെ? മനസ്സിലായോ? നമ്മുടെ ലൈഫിൽ എന്തുണ്ട് എന്തില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഹാപ്പിനെസ് എങ്കിൽ ആ ഹാപ്പിനെസ്സിന് ആയുസ്സില്ല, അല്ലെ? അതായത് കണ്ടീഷണൽ ഹാപ്പിനെസ്. കണ്ടീഷണൽ ഹാപ്പിനെസ്, അതെ, നമ്മളുടെ നേട്ടങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി ഹാപ്പിനെസ്സിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേര് ഹാപ്പിനെസ്. യഥാർത്ഥ ഹാപ്പിനെസ് അല്ല, അത് ട്രൂ ഹാപ്പിനെസ് അല്ല, യഥാർത്ഥ ഹാപ്പിനെസ് അല്ല. യഥാർത്ഥ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിരുപാധികം നമുക്ക് സന്തോഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടോ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടോ ആ ഉള്ളതിൽ സന്തോഷം ഉണ്ടാവുക. അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അതിന്റെ ഹാപ്പിനെസിന്റെ ബേസ്. ഉണ്ടായാലും ഇല്ലെങ്കിലും, നേട്ടങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, ഞാൻ ആഗ്രഹിച്ചത് ലഭിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ ആഗ്രഹിച്ച പണം ലഭിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ ആഗ്രഹിച്ച മക്കൾ ലഭിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ ആഗ്രഹിച്ച വീടുണ്ടായാലും ഇല്ലെങ്കിലും, ഞാൻ ആഗ്രഹിച്ച വാഹനം ലഭിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ കുറെ ആയിട്ട് ആഗ്രഹിക്കുന്ന നല്ല ഹെൽത്തി ആയ ലൈഫാണ്, എനിക്ക് അത്ര ഹെൽത്ത് ലഭിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ വിചാരിച്ച സമയത്ത് ലഭിച്ചാലും ഇല്ലെങ്കിലും, പ്രത്യേകിച്ചൊരു കാരണമൊന്നും ഇല്ലെങ്കിലും, പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഹാപ്പി ആവാൻ പറ്റും എന്നുള്ളതാണ്. ഇത് പല ആൾക്കും അറിയില്ല. ഇപ്പോഴും ആലോചിക്കുകയാണല്ലേ, അതെങ്ങനെ സാറേ പറ്റുക? അല്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാകുമോ? എല്ലാം നഷ്ടപ്പെട്ടാലും ഒരാൾക്ക് ഹാപ്പി ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? എന്റെ ചോദ്യം ഇതാണ്, പറ്റുമോ? പറ്റുമോ? നിങ്ങൾ ആഗ്രഹിച്ച ഒന്നും ജീവിതത്തിൽ ലഭിച്ചിട്ടില്ലെങ്കിലും ഹാപ്പി ആവാൻ പറ്റുമോ? പറ്റുമെന്നുള്ളതാണ്. അത് അറിയില്ല എന്നാ പറയുന്നത്. പറ്റുമെന്നുള്ളതാണ്. ഇതാണ് സാധാരണക്കാരും മഹാന്മാരും തമ്മിലുള്ള വ്യത്യാസം. എന്ന് നമ്മളെ സംസാരത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാണ്. സാധാരണക്കാരും മഹാന്മാരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എന്താണ് അറിയാം നിങ്ങൾക്ക്? ലൈഫിൽ എന്തുണ്ട് എന്തില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ഹാപ്പിനെസ്. കാരണം നമ്മളുടെ റിയാലിറ്റിയിൽ, യാഥാർത്ഥ്യത്തിൽ നമുക്കെന്താണ് ഈ ഒരു എനർജറ്റിക് വേൾഡ്, നമുക്ക് എല്ലാവർക്കും
ജീവിക്കാനുള്ള എനർജി ഉണ്ട് അല്ലെ? ഉള്ളിൽ ഉള്ളിൽ ഈ എനർജി ഉണ്ട്. ഒരു കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇല്ലായ്മ എന്ന് പറയുന്നത് മിഥ്യയാണെന്നുള്ള തിരിച്ചറിവാണ്. എന്താണ്? ഇല്ലായ്മ എന്നുള്ളത് ഒരു മിഥ്യയാണ്. ഇല്ലായ്മയല്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ലൈഫിൽ ഇല്ലായ്മയല്ല, പിന്നെന്താ? കാണായ്മയാണ്, അനുഭവിക്കായ്മയാണ്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ്? ഇല്ലായ്മയല്ല, ഓൾറെഡി ഉണ്ട്. ഓൾറെഡി ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഓൾറെഡി ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. ഈ പ്രപഞ്ചം സമൃദ്ധമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഓൾറെഡി ദൈവം തമ്പുരാൻ സൃഷ്ടികർമ്മം കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഓൾറെഡി എനർജറ്റിക് റിയാലിറ്റി ഉണ്ട്. എനർജിയിൽ എന്താണ്? ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നമുക്ക്? ചോദ്യം ഇതാണ് അല്ലെ? ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല? അവിടെയാണ് എന്താണ് അതിന് ഉത്തരം? ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ആ അനുഭവിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ല. എന്താ റീസൺ? മനസ്സിലായോ? എന്തുകൊണ്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല? ഇവിടെ ശ്രീബുദ്ധനെ കുറിച്ച് പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞു. ലോകത്ത് മഹാന്മാരെ കുറിച്ച് കുറെ ആളുകൾ പറയുന്നുണ്ട്. അവർക്കൊക്കെ അതിന്റെ ഏറ്റവും പരിപൂർണത അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒന്നുമില്ലായ്മയിലും അവർക്കെല്ലാമായി തീരാൻ കഴിഞ്ഞെങ്കിൽ അല്ലെ? മനസ്സിലാക്കുക. ഒന്നുമില്ലായ്മ എന്ന് എല്ലാവരും പറയുമ്പോഴും അവർക്ക് അവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ അവരനുഭവിച്ചൊരു നിറവുണ്ട് അല്ലെ? അവരാഗ്രഹിച്ച ആ ഒരു ലൈഫിലേക്ക്, ആ ഒരു പൂർണ്ണതയിലേക്ക്, ആ ഒരു സംതൃപ്തിയിലേക്ക്, ആ ഒരു ഫുൾഫിൽമെന്റിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു തലത്തിലേക്ക് അവർക്ക് ഉയരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. യെസ് ഓർ നോ? ആ ഒരു തലത്തിലേക്ക് ഉയരാൻ, വളരാൻ നമുക്കും കഴിയുമെന്നുള്ളതാണ്. എന്താണ്? നമുക്കും അതിന് സാധിക്കും. അതാണ് അവയർനെസ്. എന്താ കൊടുക്കേണ്ടത്? എനിക്കും ആ ഒരു തലത്തിലേക്ക്, ആ ഒരു ഉയർന്ന ബോധത്തിലേക്ക്, ആ അവബോധത്തിന്റെ ശക്തിയിലേക്ക് എനിക്കും അതിന് സാധിക്കും. എനിക്കും അതിന് പറ്റും. എനിക്കും ആ ഒരു തലത്തിലേക്ക് ഉയരാൻ കഴിയും. കാരണം എന്താണ്? വാട്ട് എവർ ഐ ആം സീക്കിംഗ്, ഞാൻ എന്താണോ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നത്, ഇറ്റ്സ് ഓൾറെഡി ഇൻസൈഡ് ദേർ, അത് ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ സത്യം അല്ലെ? ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതല്ലേ? സ്വർണം അല്ലെ? ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉള്ളിൽ കണ്ടതല്ലേ? ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഓൾറെഡി കണ്ടതല്ലേ? ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ഓൾറെഡി നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചതല്ലേ? യെസ് ഓർ നോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഓൾറെഡി അനുഭവിച്ചതല്ലേ? ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്നതല്ലേ? അതെ, ഓൾറെഡി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് അത് കണ്ടിരുന്നോ? അന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിരുന്നോ? കണ്ടിരുന്നു അല്ലേ? അന്ന് നമ്മൾ കണ്ടിരുന്നു. ഏത് കണ്ണുകൊണ്ട് കണ്ടിരുന്നു? അന്ന് ഏത് കണ്ണുകൊണ്ട് കണ്ടിരുന്നു? അകക്കണ്ണുകൊണ്ട് കണ്ടിരുന്നു അല്ലേ? ഉൾനിറവിൽ കണ്ടിരുന്നു. അകത്തെ ആ സമൃദ്ധിയിൽ നമ്മൾ കണ്ടിരുന്നു. ഉൾക്കാഴ്ച കൊണ്ട് കണ്ടിരുന്നു. ആ സമൃദ്ധിയിൽ എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാമായിരുന്നു. നമുക്കതറിയാം. ആ അറിവുണ്ട് നമുക്ക്. ആക്ച്വലി ഉള്ളിന്റെ ഉള്ളിൽ ആ അറിവുണ്ട്, ആ ബോധമുണ്ട്. കാരണം നമ്മൾ അത് കണ്ടിട്ടുണ്ട്. അത് മനുഷ്യന്റെ കഴിവാണ്. ആ ബോധതലത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ആ ബോധതലമുണ്ട്. നമുക്കത് നഷ്ടപ്പെട്ടിട്ടില്ല. ആ നിഷ്കളങ്ക ബോധം, ആ നിരുപാധിക സ്നേഹത്തിൽ അധിഷ്ഠിതമായ ബോധം. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്നത് ഓൾറെഡി ഉണ്ട് എന്നുള്ള അവബോധം നമ്മുടെ ഉള്ളിലുള്ള ആ അവബോധത്തിന്റെ ശക്തിയിലേക്ക് നമ്മളെ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. ഓൾറെഡി നമ്മുടെ ലൈഫിൽ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് എങ്കിലും നമ്മൾ ജീവിക്കാൻ കാരണം. അത് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ്. അപ്പോ ആ ഓൾറെഡി ഉണ്ട് എന്നുള്ള ആ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക. അതാണ് ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള സത്യത്തെ ഉൾക്കൊള്ളുക.
ആ സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തലത്തിലേക്ക്, അത് ബോധപൂർവ്വം നമ്മൾ പറയുക ഓൾറെഡി എൻ്റെ ഉള്ളിലുണ്ടെന്നും എനിക്കതിനെ കണ്ടെത്താൻ കഴിയുന്നുണ്ടെന്നും, എൻ്റെ ഉള്ളിലുള്ള ആ ശക്തിയെ കണ്ടെത്തുന്നതിലൂടെ എൻ്റെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫർമേഷൻ വരാനിരിക്കുന്നു, എൻ്റെ ലൈഫിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്നു. ക്ലിയർ അല്ലേ പറയുന്നത്? അങ്ങനെ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അത് മറന്നു പോകുന്നു, അത് മറന്നു പോകും, അതിനെ വീണ്ടും 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 ഉണർത്തിയെടുക്കുക. അതാണ് നമ്മൾ എന്തിനായി ക്ലാസ്സിൽ ഇരിക്കുന്നത്, എന്തിനാ നമ്മൾ നിരന്തരമായിട്ട് കമ്മ്യൂണിറ്റിയിൽ വരണം എന്ന് പറയുന്നത്, എന്താണ് ഡെയിലി നിങ്ങൾ ക്ലാസ് കേൾക്കെന്ന് പറയുന്നത്? ഈ ബോധത്തെ ഉണർത്തിക്കൊണ്ടേയിരിക്കണം. ഈ ബോധത്തെ നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ? ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഈ സത്യം മനസ്സിലാക്കിയില്ലേ? നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ? ഞാൻ പറഞ്ഞില്ല 2 വർഷം മുന്നേ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇന്ന് കാണുന്നതല്ല അല്ലെ? 6 പേരെ വെച്ച് ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ കണ്ടത് 60 പേരെ അല്ല, 600 പേരെ അല്ല, 1000 പേരെയാണ്. അല്ല, 1000-ലധികം പേരെയാണ് ഞാൻ കണ്ടത്. ആ കണ്ടതിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇപ്പോൾ ഈ നടക്കുന്നുള്ളൂ. 1000-ഓളം ആളുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നത് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? അതെങ്ങനെ കാണാൻ കഴിയുന്നു? അതെന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല. ഉള്ളിന്റെ ഉള്ളിൽ അകക്കണ്ണുകൊണ്ട് അത് അത് റിപ്പീറ്റഡ്ലി കാണാൻ കഴിയുന്നു. അത് കാണുമ്പോ ശരിക്കും മനസ്സിലാക്കുക, അത് കാണുമ്പോ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്? അതിന് പ്രത്യേകിച്ചൊരു കാരണവുമില്ലാത്ത ഹാപ്പിനെസ്. അതാണ് നമുക്ക് ആദ്യത്തെ അതാണ് നമ്മള് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അത് നമ്മള് എന്താണ് ഒരു കാരണത്തെ തേടിയുള്ളതല്ല. അത് എവിടെയോ നമുക്കൊരു ഡെസ്റ്റിനേഷൻ, നമ്മൾ ഇങ്ങനെ കുറെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എവിടെയോ ലഭിക്കാനുള്ള ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ജേണി അല്ലേ? ഇറ്റ് ഈസ് എ ജേണി, ഇറ്റ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ. എവിടെയോ നമ്മൾ അലിഞ്ഞു തിരിഞ്ഞ് ആരോ കൊണ്ടു തരേണ്ട ഒരു കാര്യമല്ല. അതൊരു യാത്രയാണ്. ഈ യാത്ര തന്നെ ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് തേടിയുള്ള യാത്രയല്ല, യാത്ര തന്നെ ഹാപ്പിനെസ് ആണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ജീവിതം സന്തോഷം തേടിയുള്ള യാത്രയല്ല, യാത്ര തന്നെ സന്തോഷമാണ് അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ്. യെസ്, ഹാപ്പിനെസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഇന്നർ ഫുൾഫിൽമെന്റ്. അതെ, നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ആ ഒരു ഫുൾഫിൽമെന്റിന്റെ പേരാണ് ഹാപ്പിനെസ്. അത് നേടിയെടുക്കേണ്ട കാര്യമല്ല. ഇപ്പോഴും കുറെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? എടോ, ഇത് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് അല്ലേ? ഭയം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണാഞ്ഞിട്ടാണ്. വെളിച്ചം ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുള്ളതാണ്. ഈ ഹാപ്പിനെസിന്റെ വെളിച്ചം, ഈ സന്തോഷത്തിന്റെ വെളിച്ചം ഓൾറെഡി നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷത്തിലും അതുണ്ട്. എന്നെ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലും അതുണ്ട്. ഇല്ല എന്നുള്ളത് ഒരു മിഥ്യാബോധം മാത്രമാണ്, സത്യമല്ല. ഇല്ലായ്മ എന്ന് പറയുന്നത് മിഥ്യയാണ്, സത്യമല്ല. സത്യം എന്ന് പറയുന്നത് എന്താണ്? അത് അബൻഡന്റ് ആണ്, അത് നിറവാണ്, സമൃദ്ധിയാണ്, അത് ഓൾറെഡി ഉള്ളതാണ്. അവ ഉള്ളതാണ് എന്നുള്ള ബോധം അതാണ് സ്റ്റേറ്റ് ഓഫ് ഇന്നർ ഫുൾഫിൽമെന്റ്. ഉള്ളിൽ അത് നിറവായിട്ടുണ്ട്. അതെ, അപ്പൊ എന്താ കാണേണ്ടത്? ഉള്ളിലുള്ളത് നമ്മൾ പുറമേ നോക്കിയാൽ കിട്ടുമോ? നമ്മൾ എവിടെയാ നോക്കുന്നത്? ഹാപ്പിനെസ് നമ്മൾ എവിടെയാണ് തിരയുന്നത്? ആക്ച്വലി നമ്മൾ ഈ സന്തോഷം എവിടെയാ തിരയുന്നത്? പുറമെയാണ് തരുന്നത് അല്ലേ? അല്ലേ? എവിടേക്കാ നമ്മൾ തരുന്ന ഹാപ്പിനെസ്? പറയൂ. നമ്മൾ എവിടേക്കാണ് ഹാപ്പിനെസ് തരയുന്നത്? എവിടേക്കാണ് നമ്മൾ ഹാപ്പിനെസ് തരയുന്നത്? നമ്മളെ ഭർത്താവിൽ തരയുന്നു അല്ലേ? ബന്ധങ്ങളിൽ തരയുന്നു, ഭാര്യയിൽ തരയുന്നു, മക്കളിൽ തരയുന്നു, ഫാദറിലോ തരയുന്നു, മദറിലോ തരയുന്നു. യെസ് ഓർ നോ? എവിടേക്കാ നമ്മൾ ഹാപ്പിനെസ് തരയുന്നത്? പറയൂ. നിങ്ങൾ ടൈപ്പ് ചെയ്യൂ. ഹാപ്പിനെസ് എവിടേക്കാണ് നമ്മൾ അന്വേഷിക്കുന്നത്? ഹാപ്പിനെസ് എവിടേക്കാണ് അന്വേഷിക്കുന്നത്? ചുറ്റുപാടിൽ ഹാപ്പിനെസ് അന്വേഷിക്കുന്നു, കിട്ടുമോ? കിട്ടില്ല. ഫാമിലിയിൽ ഹാപ്പിനെസ് അന്വേഷിക്കുന്നു, കിട്ടുമോ? നിങ്ങൾ വിചാരിച്ച ഹാപ്പിനെസ് പുറത്ത് കിട്ടില്ല അല്ലെ? വെൽത്തിൽ, സമ്പത്തിൽ ഹാപ്പിനെസ് കിട്ടുമോ? കിട്ടില്ല. ഹസ്ബൻഡിൽ കിട്ടില്ല, മക്കളിൽ കിട്ടില്ല, ഫാമിലി കിട്ടില്ല, ചുറ്റും കിട്ടില്ല. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടില്ല. അതാണ് സത്യം. നിങ്ങൾ ആഗ്രഹിച്ച മെറ്റീരിയൽ വേൾഡിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് കിട്ടില്ല. നിങ്ങൾ എവിടെ നിന്നും കിട്ടൂല. പിന്നെ എവിടുന്നാ കിട്ടുക? അതാണ് ചോദ്യം. പിന്നെ എവിടുന്നാ കിട്ടുക? അത് നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടും. ഉള്ളിൽ നിന്ന് കിട്ടും, മനസ്സിൽ നിന്ന് കിട്ടും, വിതിൻ അസ്, ഉള്ളിൽ നിന്ന് കിട്ടും. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, എങ്ങനെയാണ് ഉള്ളിൽ കണ്ടെത്തുക? നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പ്രാക്ടിക്കൽ സെഷൻ ഇന്ന് ചെയ്യുന്നുണ്ട്.
അതിനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉള്ളിലോട്ട് നോക്കുക. ലുക്ക് ഇൻസൈഡ്, ലുക്ക് ഇൻസൈഡ്. അതേ, ഉള്ളോട്ട് നോക്കണം, ഉള്ളോട്ട് വീണ് നോക്കണം. പുറമെയാണ് നമ്മൾ കാണുന്നതെല്ലാം. എങ്ങനെ? കണ്ണടയ്ക്കുക, ഉള്ളോട്ട് നോക്കുക, കണ്ണടയ്ക്കുക, ഉള്ളോട്ട് നോക്കുക. ഈ ബോധം ഉള്ളിലുണ്ട്, 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 ഉള്ളിലുണ്ട് എന്ന് പറയുക. ആവർത്തിച്ച് 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 പറയുക. മനസ്സിൽ കിട്ടുന്നില്ല, മനസ്സിലുള്ളത് കാണുന്നില്ല എന്നാണ്. കിട്ടുന്നില്ല എന്നല്ല കേട്ടോ, മനസ്സിലുള്ളത് കാണുന്നില്ല എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? മനസ്സിലുണ്ട്, ഓൾറെഡി ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആ വെളിച്ചമുണ്ട്. കാരണം എന്താ അറിയോ? ആ വെളിച്ചമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്നോ തീർന്നു പോകും. സ്നേഹത്തിന്റെ വെളിച്ചമാണത്. നമ്മളെ ഈ നിലനിൽപ്പ് തന്നെ അതാണോടോ. നിങ്ങൾക്ക് ഈ ജീവിതത്തോട് ചെറിയ ഒരു ഇഷ്ടം, നിങ്ങളോട് ചെറിയ ഒരു ഇഷ്ടം തോന്നുന്നില്ലേ? ഒരു സന്തോഷം തോന്നുന്നത് കൊണ്ടല്ലേ എന്തൊക്കെ പ്രശ്നമുണ്ടായാലും, എന്തൊക്കെ സാഹചര്യം ഉണ്ടായാലും നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അങ്ങനെ ചെറിയ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ? യെസ്. അങ്ങനെ ഒരു ചെറിയ സ്നേഹമുള്ള, അങ്ങനെ ഒരു ഫീൽ ഉള്ളത്. ജീവിക്കണമെന്ന് ആഗ്രഹം അല്ലേ? മരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ? മരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ? ഇല്ലല്ലോ. എങ്ങനെയായാലും ജീവിക്കണം തന്നെയല്ലേടോ ആഗ്രഹം? യെസ് ഓർ നോ? ജീവിക്കണം തന്നെയല്ലേ ആഗ്രഹം? യെസ്, യെസ്. ഇല്ല, ജീവിക്കണം എന്ന് ആഗ്രഹമില്ല? ജീവിക്കണം തന്നെയല്ലേ ആഗ്രഹം? ജീവിക്കണം തന്നെയാണ് ആഗ്രഹം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം. അതുകൊണ്ടല്ലേ അവിടെ ക്ലാസ്സിൽ വന്നത്. ജീവിതം ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ജീവിതത്തോടെ എവിടെയോ ഒരു കൊതിയുണ്ട്, ഒരു പ്രണയമുണ്ട്. ജീവിതത്തോടെ എവിടെയോ ഒരു കൊതിയും പ്രണയം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ കയറും. എത്രയോ ആളുകൾക്ക് നമ്മൾ മെസ്സേജ്, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ 1000-ന്റെ അടുത്തല്ലേ ആളുകൾ വന്നുള്ളൂ, അല്ലേ? അത്രയും ആളുകളെ എവിടെ വന്നു? അതിന്റെ അർത്ഥം എന്താണ്? അത് എന്താ, ആ ഒരു ഉള്ളിൽ എവിടെയോ ഒരു നന്മയുണ്ട്, എവിടെയോ ഒരു സന്തോഷമുണ്ട്, എവിടെയോ ഒരു സംതൃപ്തി തേടുന്ന മനസ്സിൽ അതിന്റെ ചെറിയൊരു വെളിച്ചം, അതിന്റെ ചെറിയ ആ തീരത്തിലൂടെ നിങ്ങൾ നടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ആ തീരത്തെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ തീരത്തെത്താനുള്ള ശ്രമം ഓൾറെഡി നടത്തുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹമുണ്ട്, ആ ഇഷ്ടമുണ്ട്, എവിടെയോ ഒരു പ്രണയമുണ്ട്. നിങ്ങൾ ഇല്ല എന്ന് പറയുന്നത് കളവാണ്. നിങ്ങൾ കളവ പറയുന്നത്. ഹാപ്പിനെസ് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ തേടുന്നതെങ്കിലും യഥാർത്ഥ ഹാപ്പിനെസ് ഉള്ളിലുണ്ട്. അത് പുറമേ നിന്ന് ലഭിച്ചാലും ഇല്ലെങ്കിലും ഉള്ളിലുള്ള സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. എന്താണ് ആ മാനസിക അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഹാപ്പിനെസ്സിലേക്ക് എത്തുകയല്ല കേട്ടോ. എങ്ങനെയാ? നമ്മുടെ ഉള്ളിലുള്ള ഈ ഹാപ്പിനെസ് അനുഭവിക്കാൻ കഴിയുന്ന മാനസിക അവസ്ഥയിലേക്ക് നമുക്ക് എത്താം. ക്ലിയർ അല്ലേ പറയുന്നത്? സാറിന് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുമുള്ള ഈ ഹാപ്പിനെസ് അനുഭവിക്കാൻ കഴിയുന്ന ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമുക്ക് എത്തുക. ഹാപ്പിനെസ് ഇല്ല എന്ന് പറയുന്നത് കളവാണ്. സന്തോഷം ഉള്ളിലുണ്ട്, സ്നേഹം ഉള്ളിലുണ്ട്, സംതൃപ്തി ഉള്ളിലുണ്ട്. അത് ഉള്ളോട്ട് നോക്കിയിട്ട് ഈ ബോധം കൊടുക്കും. ഉണ്ട്, 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 ഉണ്ട്. എന്താണ് ആ ബോധം? നമ്മളെ മനസ്സിൽ എന്താ ആവർത്തിച്ച് പറയുന്നവരെ നിങ്ങള്? നമ്മളെല്ലാവരും പറയുന്ന ഒരു കളവാണ്. എന്താണ് ആ കളവിന്റെ പേര്? എന്താണ് ആ കളവിന്റെ പേര്? ഇല്ല എന്നുള്ള കളവ്. നമ്മൾ നിരന്തരമായിട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കളവുണ്ട്. ആ കളവിന്റെ പേരെന്താണ്? ഇല്ല, ഇല്ല, ഇല്ല. ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളോട് ഈ കള്ളം പറയരുത്. നോട്ട് ചെയ്തോളൂ. ദയവ് ചെയ്ത് നിങ്ങളോട് ഈ കള്ളം പറയരുത്. എന്താണ് കളവ്? ലോകത്തെ ഏറ്റവും വലിയ കളവ് ഇല്ല എന്നുള്ള കളവാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഇല്ല, ഇല്ല എന്ന് ആവർത്തിച്ച് പറയുന്ന കളവ്. ഈ കളവ് പറയുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സമൃദ്ധിയെ, സന്തോഷത്തെ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മറച്ചു വെക്കുകയാണ്. നിങ്ങൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ അത് ഉള്ളത് കൊണ്ടാണ്, അത് പുറത്തോട്ട് ചാടി വന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ക്ലാസ്സിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടാൻ കാരണം എന്താ? എവിടെയോ ഒരാളെ ഒരു സ്പാർക്ക് ഉണ്ട് നിങ്ങൾക്ക്. ഉണ്ട്, എനിക്കത് കിട്ടും, എനിക്കത് ലഭിക്കും, എനിക്കത് ആസ്വദിക്കാൻ കഴിയും. എവിടെയോ ഒരു പ്രതീക്ഷ, എവിടെയോ ഒരു സുഖം, എവിടെയോ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എവിടെയോ ഒരു നന്മ, ഒരു സുഖം, ഒരു പ്രതീക്ഷ, ഒരു സുഖാവസ്ഥ നിങ്ങളുള്ളിൽ ഉള്ളത് കൊണ്ടാണ്, ആ വെളിച്ചമുള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഈ ക്ലാസ് കേൾക്കാൻ വന്നത്. ഉറപ്പായിട്ടും അതാണ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഇത് നമ്മൾ അംഗീകരിക്കണം. ഇത് അംഗീകരിക്കണം.
അല്ലെ? നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ആശങ്ക. എവിടെ ഒരാൾ പറയുന്നു മറ്റുള്ള ആൾ കടം ചോദിക്കുന്നതാണ് പേടി. നിങ്ങൾ ആ പേടി ഉള്ളിൽ ആ സ്നേഹത്തെ അനുഭവിക്കുമ്പോൾ പേടി പോകും എന്നുള്ളതാണ് അല്ലെ? ആ സ്നേഹത്തെയും സന്തോഷത്തെയും അനുഭവിക്കാൻ നമുക്ക് കഴിയും. കാരണം അത് ഇന്നർ ഫുൾഫിൽമെന്റ് ആണ്. ഹാപ്പിനെസ് ഒരു ഇന്നർ ജേണിയാണ്. അത് പുറമേ കിട്ടുന്ന കാര്യം ഇന്നർ ജേണി. ഈ യാത്ര നമ്മൾ എങ്ങോട്ടാണ് നടത്തുന്നത്? യാത്ര നമ്മൾ പുറമേക്കൊന്നും അല്ല, അകത്തോട്ടുള്ള യാത്രയാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ഈ ലോകത്ത് അടിമപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതാണ് സത്യം. അല്ല, ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ സത്യം ഉണ്ടാവുന്നത് ഉള്ളിലുള്ള അവസ്ഥക്കനുസരിച്ചാണ്. എങ്ങനെ? ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കാരണം ഉള്ളിലുള്ള ഈ നിറവിനെ അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ക്ലിയർ അല്ലേ പറയുന്നത്? അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? എനിക്കത് അനുഭവിക്കാൻ കഴിയും. എഴുതി വെച്ചോളൂ. എന്റെ ഉള്ളിലുണ്ട്. അഫർമേഷൻസ് എഴുതി വെച്ചോളൂ. എന്റെ ഉള്ളിൽ സമൃദ്ധിയുണ്ട്, സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. ഉണ്ട്, 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 ഉണ്ട്. ആവർത്തിച്ച് 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 നമ്മളുടെ ബ്രെയിനിനെ പറഞ്ഞു പഠിപ്പിക്കണം. റെഡിയല്ലേ? യെസ് ഓർ നോ? നിങ്ങൾ ചെയ്യേണ്ട അതാണ്. ഈ ഒരു ക്ലാസ്സിന്റെ ഒരു ഔട്ട്. 10 ലക്ഷം കടമുണ്ട് എന്ന് പറയുമ്പോ എങ്ങനെ സന്തോഷിക്കും? 10 ലക്ഷം വരുമാനമുണ്ട് എന്നാണ് അവിടെ കൊടുക്കേണ്ടത് ട്ടോ. എങ്ങനെ? 10 ലക്ഷം പണമുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക ട്ടോ. കടമുണ്ട്. കടം വീട്ടാനുള്ള മാർഗങ്ങൾ ചെയ്യണം. എങ്ങനെ? കടം വീട്ടാനുള്ള മാർഗങ്ങൾ ചെയ്യണം. വെറുതെ ഇരിക്കാനല്ല പറഞ്ഞത്. അധ്വാനിക്കണം. എന്നിട്ട് ഈ അധ്വാനിക്കുമ്പോഴും മാർഗങ്ങൾ നമ്മൾ തേടുമ്പോൾ കിട്ടാതിരിക്കാനുള്ള കാരണം എന്താണ്? നിങ്ങള് കടമുണ്ട് 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 എന്നുള്ള ആ നെഗറ്റീവ് എനർജി ഇങ്ങനെ ബോഡിയിൽ നിറഞ്ഞൊഴുകാണ്. ഇത് നിറഞ്ഞൊഴുകുമ്പോ പിന്നെ കടത്തിന്റെ എനർജി വളരെയധികം നെഗറ്റീവ് എനർജിയാണ്. കടത്തിന്റെ എനർജി താഴോട്ട് പോകുന്നു. നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള ശേഷി ഇല്ലാതാവുന്നു. നിങ്ങൾക്ക് അവസരങ്ങൾ, നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളെ കാണാനുള്ള ഒരു മനസ്സില്ലാതായി തീരുന്നു. ചുറ്റുപാടുകളും സമൃദ്ധി നൽകുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. അവസരങ്ങളില്ല എന്ന് പറയുന്നത് മറ്റൊരു കളവാണ്. അവസരങ്ങളെ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഉള്ളിലുള്ള മനസ്സ് ദാരിദ്ര്യത്തിന്റെ മനസ്സാണ്. പുറമേ കാണുന്നത് അതേ ദാരിദ്ര്യമാകുമ്പോ അവസരങ്ങൾ നിങ്ങൾ കാണില്ല. ക്ലിയർ അല്ലേ പറയുന്നത്? കടമുണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കടം വീട്ടാനുള്ള മാർഗം തേടുക. കടം വീട്ടാനുള്ള മാർഗങ്ങൾ തേടണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. എന്നിട്ട് പറയണം എനിക്ക് കടമുണ്ട് കടമുണ്ട് എന്നുള്ളതല്ല, എനിക്ക് പണമുണ്ട് 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 പണമുണ്ട്. നിങ്ങൾ പറഞ്ഞു നോക്കൂ. നിങ്ങൾ പറഞ്ഞു നോക്കൂ. എങ്ങനെ? അത് പറയാ. എങ്ങനെയെന്നുള്ളതല്ല, അത് പറയാ എന്നുള്ളതാണ്. ഇങ്ങനെ പണമുണ്ട് 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 പണമുണ്ട്. പണം വരുന്നു 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 വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം? ഹാപ്പിനെസ് 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 ഹാപ്പിനെസ്. അതാണ് ഹാപ്പിനെസിന്റെ ആ റിയാലിറ്റി. അതാണ് ഹാപ്പിനെസ് 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 ഹാപ്പിനെസ്. പണമുണ്ട് പണമുണ്ട് പണമുണ്ട്. നിങ്ങൾ ആലോചിക്കാം. ഞാൻ വീണ്ടും എന്റെ എക്സാമ്പിൾ പറയാട്ടോ. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കരുത്. ചിലർ മനസ്സിലാക്കേണ്ട. എന്തിനു ചിലർ മനസ്സിലാക്കണം? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? എന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. 6 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സില്. 6 പേരുണ്ടായപ്പോ എന്താടോ ഇത്ര ആളുള്ളൂ, ഇതൊക്കെ നടക്കൂ എന്ന് ചോദിച്ചപ്പോ നടക്കും 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 നടക്കും. ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ. അന്ന് എന്റെ കൂടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാരായിരുന്നു? എന്റെ കൂടെ ഒരാൾ മാത്രം. ഇതൊക്കെ നടക്കുവോ ഇതൊക്കെ നടക്കുവോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ആരും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ആരും കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരാൾ മാത്രമേ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതാരായിരുന്നു? അത് ഈ റഫീഖ് മാത്രമായിരുന്നു. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഹാപ്പി ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഹാപ്പി ആയിട്ട് നിങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടോ? യെസ് സർ. പറടോ പറടോ. ഉണ്ടെന്ന് പറ. ഉണ്ടെന്ന് പറ. ചാറ്റ് ബോക്സ് നിറയട്ടെ. നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കണം. എത്ര കടം സാരമില്ലടോ, ശരിയാവടോ. കണ്ണാടിന്റെ മുന്നിൽ പോയി പറയാ സാരില്ലടോ. 10 ലക്ഷോ ഇവിടെ 100 ലക്ഷം കോടികൾ കടമുള്ള ആൾക്കാർ ലൈഫിൽ തിരിച്ചു വന്നിട്ടില്ലേ? 2000 കോടി 3000 കോടിക്കുള്ള കടമുള്ള ആളുകൾ ലൈഫിൽ തിരിച്ചു വരുന്ന ബിസിനസ് കഥകളുണ്ടല്ലേ? എത്രയോ കഥകളുണ്ട്. കോടിക്കണക്കിന് തകർന്ന് തരിപ്പണമായിട്ട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഒരു പിടിച്ചാരത്തിന് പറന്നുയർന്ന ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ട് ലൈഫില്. ഒരുപാട് ഗ്രേറ്റ് ബിസിനസ് മാഗ്നറ്റുകളുണ്ട് ഈ ലോകത്ത്. അറിയോ നിങ്ങൾക്ക്? എന്തുകൊണ്ട്? അവർക്കും നമുക്കുള്ളത് ഒരേ തലച്ചോറല്ലേ? ഒരേ ബുദ്ധിശക്തിയല്ലേ? ഒരേ അവസരങ്ങളല്ലേ? അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല.
അവർക്ക് നമുക്ക് ലഭിച്ച അത്രയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പലർക്കും നമ്മളെക്കാളും പരിതാപകരമായുള്ള അവസ്ഥയാണ്. അല്ലെ? ഫാമിലി അല്ല, ചുറ്റുപാടല്ല, ഒന്നുമല്ല. ഫാമിലി ഇല്ല, ചുറ്റുപാടില്ല, സ്വന്തം ഭാര്യയില്ല, മക്കളെ എല്ലാവരും ഇട്ടെറിഞ്ഞ് പോയിട്ട് എല്ലാവരും ഉപേക്ഷിച്ച് ജീവിതം തകർന്ന് തരിപ്പണമായി എന്ന് തോന്നുന്ന അവസ്ഥയിൽ നിന്ന് അവസാനം എല്ലാവരും തിരിച്ച് റെസ്പെക്ട് ചെയ്യുന്ന അത്രയും വലിയ ഗ്രേറ്റ് ആയുള്ള, അല്ലെ, ലോകത്ത് നിങ്ങൾ ഗ്രേറ്റ് ആയുള്ള ആളുകളെ മുഴുവനും നോക്കൂ. ലോകത്ത് വിജയിച്ച ആളുകൾ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല, ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ആളുകളെ അത്ഭുതപ്പെടുത്തിയുള്ള ലൈഫിൽ തിരിച്ചു വന്ന ആളുകളാണ്. കാരണം എന്താണ്? നിങ്ങള് അവരുടെ ഉള്ളിൽ എത്തരം പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ആ പൊരുതാനുള്ള ചങ്കൂറ്റം, ആ പൊരുതാനുള്ള ചങ്കൂറ്റം, അത് ഹാപ്പിനെസ് കൊണ്ടുവരിക. അവർ ആരുമില്ലെങ്കിലും എടോ ഞാൻ കൂടെയുണ്ട്, എടോ ഞാൻ കൂടെയുണ്ട്, എടോ ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് ഓർജവത്തോടെ പറയാൻ നിങ്ങൾ തയ്യാറാണോ? എന്റെ ചോദ്യം യെസ് ഓർ നോ. നിങ്ങൾ പറയണം. കണ്ണാടിന് മുന്നിൽ പോയിട്ട് സ്വയം പറയാൻ പറ്റണം, എടോ ഞാൻ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇത് നിങ്ങൾക്ക് പറ്റും, ഇത് കഴിയും. കാരണം ഇതാണ് ലോകത്ത് വിജയിച്ച ആളുകൾ പ്രത്യേകത. അത് പറയണം. അല്ലാതെ എനിക്ക് കഴിഞ്ഞു തീർന്നു, ഫാമിലിയിൽ ആരുമില്ല, ആരുമില്ല, ഫാമിലിയിൽ ആരുമില്ല, ഒന്നുമില്ല, എല്ലാം തികന്നു, എങ്ങനെ 10 ലക്ഷം ഇത്ര കട ഉണ്ടാവും, എങ്ങനെ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ചുക്കും നേടാനില്ല. ഉള്ളത് കൂടെ നശിച്ചു പോകും, ഉള്ള ജീവിതവും പോകും, ആരോഗ്യം പോകും, സന്തോഷം പോകും, എല്ലാം. അതാണോ നിങ്ങളെ ചോയ്സ്? അതാണോ നിങ്ങളെ ചോയ്സ്? അതാണോ നിങ്ങളുടെ ചോയ്സ്? അല്ല, അതല്ലല്ലോ. അതാണോ ചോയ്സ്? ആണോ? അതാണോ നിങ്ങളുടെ ചോയ്സ്? അല്ലെ? അതല്ല നിങ്ങളുടെ ചോയ്സ് എങ്കിൽ പറയുക, നിങ്ങൾ കൊടുക്കുക. ശരിയാവുന്നില്ല എന്ന് ശരിയാവുന്നു എന്ന് പറയാ. ശരിയാവുന്നില്ല ആരാ ടൈപ്പ് ചെയ്ത്? ശരിയാവുമെന്ന് പറയാ, ശരിയാവുമെന്ന് പറയാ, പ്രതീക്ഷ കൊടുക്കുക. നിങ്ങൾ ഒരുപക്ഷെ കുറഞ്ഞ പ്രാക്ടീസ് ചെയ്ത്, കുറഞ്ഞ പ്രാക്ടീസ് മതിയാവില്ല. അത്രയും ടോക്സിക് ആയിട്ട് കുറേ കാലമായിട്ട് ഈ വിഷവും, നെഗറ്റീവ് ചിന്തയുടെ വിഷമായിട്ട് കൊണ്ടു നടക്കല്ലേ. അത് വീണ്ടും 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 കൊടുത്ത് 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 അതാണ് നിരന്തരമായിട്ട് ട്രെയിൻ ചെയ്ത് നമുക്കതിനെ മാറ്റാൻ കഴിയുമെന്നുള്ള സത്യത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഹാപ്പിനെസ് എന്താണ്? ഒരു ജേണിയാണ്, അത് ഡെസ്റ്റിനേഷൻ അല്ല. അത് നമുക്ക് ഈ ഒരു യാത്ര തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുക. ഹാപ്പിനെസ് ഈസ് എ ജേണി, നോട്ട് എ ഡെസ്റ്റിനേഷൻ. അത് എൻജോയ് ചെയ്യുക, ഓരോ നിമിഷം എൻജോയ് ചെയ്യുക. ഇപ്പോൾ ഈ നിമിഷം ഹാപ്പി ആവുക എന്നുള്ളതാണ് ശരിക്കും മനസ്സിലാക്കുക. ഇപ്പോൾ ഈ നിമിഷം ഹാപ്പി ആവുക എന്നുള്ളതാണ്. നാളെ ഹാപ്പി ആവും, പൈസ കിട്ടിയ ഹാപ്പി ആവും, അല്ലേ? പൈസ കിട്ടിയാലേ ഹാപ്പി ആവുക, ഹാപ്പി ആയാൽ പൈസ കിട്ടും, അങ്ങനെയാണ് അല്ലേ? അല്ലെങ്കിൽ എന്താണ്, ഞാൻ വിചാരിച്ച ലൈഫ് കിട്ടിയാൽ ഹാപ്പി അല്ല, ഹാപ്പി ആയാൽ ഞാൻ വിചാരിച്ച ലൈഫ് കിട്ടും. ശരിയാകുമോ എന്നാണ്. അല്ല, ഹാപ്പി ആയാൽ എല്ലാം ശരിയാകും. ശരിയായാൽ ഹാപ്പി ആവുന്നല്ല, ഹാപ്പി ആയാൽ എല്ലാം ശരിയാകും. ഹാപ്പി ആയാൽ പൈസ കിട്ടും, ഹാപ്പി ആയാൽ ഞാൻ ഹാപ്പി ആയാൽ എന്റെ കുടുംബം ഹാപ്പി, എന്റെ വൈഫ് ഹാപ്പി ആവും. അല്ല, അവരെ ഹാപ്പി ആക്കാൻ നോക്കണ്ട, അവരെ ഹാപ്പിയാ നോക്കണ്ട, സ്വയം ഹാപ്പി ആവുക. സാഹചര്യങ്ങൾ മാറാൻ നോക്കണ്ട, അല്ലെ? തിര അടങ്ങിയിട്ട് കപ്പിലിറക്കാൻ കഴിയുമോ? തിര അടങ്ങിയിട്ട് പ്രശ്നങ്ങൾ തീർന്നിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പ്രശ്നങ്ങൾ തീരലല്ല, നമ്മുടെ അകത്തെ ഹാപ്പി ആവലാണ്. അല്ലെ? ഒന്നിനെയും ആശ്രയിക്കാതെ നിരുപാധികം നിസ്സംശയം ഹാപ്പി ആവുക. ഒന്നിനെയും ആശ്രയിക്കാതെ നമുക്ക് നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക. അതാണ് ഹാപ്പിനെസ് ഇസ് ജസ്റ്റ് മൈ ചോയ്സ്. നമ്മൾ കൊടുക്കുക കേട്ടോ. ഈ അഫർമേഷൻ എന്താണ് കൊടുക്കേണ്ടത്? ഹാപ്പിനെസ് ഇസ് ജസ്റ്റ് മൈ ചോയ്സ്. ലൈഫ് ഈസ് ഫുൾ ഓഫ് ചോയ്സസ് എന്ന് പറയാം, അല്ലേ? ലൈഫ് ഫുള്ള് ചോയ്സ് അല്ലേ? നിങ്ങൾക്ക് ഹാപ്പി ആവാം. നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളതല്ല, നിങ്ങൾ ഇപ്പോൾ ഹാപ്പിനെസ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഹാപ്പിനെസ് ഉണ്ടോ ഇല്ല എന്ന് ആരാ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ ഭാര്യയല്ല, ഭർത്താവല്ല, മക്കളല്ല, ചുറ്റുപാടല്ല. പിന്നെ ആരാ നിങ്ങൾ ഹാപ്പി ആണോ അല്ല തീരുമാനിക്കുന്ന ആരാണ്? നിങ്ങൾ ഹാപ്പി ആണോ അല്ലേ എന്ന് തീരുമാനിക്കണം. ഹാപ്പി ആവണോ വേണ്ടേ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണോ, നിങ്ങളുടെ ഭർത്താവാണോ, നിങ്ങളുടെ ഫാമിലിയാണോ, നിങ്ങളുടെ മക്കളാണോ, നിങ്ങൾ ചുറ്റുപാടാണോ, ബിസിനസ് ആണോ, നിങ്ങൾ സാമ്പത്തിക അവസ്ഥയാണോ? ഒന്നുമല്ല. ഇതൊന്നുമല്ല സത്യം. ഇങ്ങനെ ഈ സത്യം, ഇത് സത്യമല്ല, അത് മിഥ്യയാണ്, വിഡ്ഢിത്തമാണ്, പൊട്ടത്തരമാണ്. ഇനിയും ആ പൊട്ടത്തരായി കൊണ്ട് നടന്നിട്ട് നിങ്ങൾ വീണ്ടും ആ എന്താണ് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ തന്നെ കൊണ്ടുപോയി തള്ളിയിടലി. നിങ്ങൾ പറയാനുള്ളതാണ് ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. നിങ്ങളെ ഹാപ്പി ആക്കുക, അതന്നെ, അത് ബോധപൂർവ്വമാക്കുക. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ലേ? ഈ നിമിഷം എന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ലേ? ഈ ക്ലാസ് കേൾക്കാൻ കഴിയുന്നില്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലേ? എത്രയോ അനുഗ്രഹങ്ങളില്ലേ നിങ്ങളുടെ ലൈഫിലെ? പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്തിനാ നെഗറ്റീവായി തന്നെ ചിന്തിക്കണം നിർബന്ധമുണ്ടോ? എന്തിനാ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന? ഈ നിമിഷം നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഈ നിമിഷം എത്രയോ ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാത്തവരില്ലേ?
ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് കിടന്നുകൊണ്ടല്ലേ മൂക്കിൽ പൈപ്പിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളില്ലേ? അല്ലേ? ഇപ്പോഴും നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ എണീറ്റ് അവിടെ ഇരിക്കുന്നു. ഇന്ന് രാവിലെ എണീക്കാത്ത ജീവിതം കഴിഞ്ഞവരില്ലേ? ഇന്ന് രാവിലെ പല ആളുകളും ലോകത്ത് എണീറ്റിട്ടില്ല, മരിച്ചു പോയിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്? എത്രയോ ആളുകൾ രാവിലെ രാത്രി കിടന്ന് രാവിലെ എണീക്കുന്നില്ല, മരിച്ചു പോയിട്ടുണ്ട്. ബെഡിൽ എന്നൊന്ന് നേർന്നെണീക്കാൻ, നട്ടിൽ നിവർത്തിയിരിക്കാൻ കഴിയുന്നില്ല, സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നില്ല, അല്ലേ? അവർക്കുള്ള ടെൻഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും നിങ്ങൾ ടെൻഷൻ ആവുകയാണോ? നിങ്ങൾക്ക് ഇപ്പോഴും അന്തം വെച്ചിട്ടില്ല എന്നൊരു ചോദ്യം. ഇത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് ആ സന്തോഷം കണ്ടെത്താൻ, ആ സ്നേഹം കണ്ടെത്താൻ, ആ ഗ്രാറ്റിറ്റ്യൂഡ്, ആ നന്ദിയുള്ള മനസ്സ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അർഹിക്കുന്നില്ല എന്നേ പറയാനുള്ളൂ. അത് അർഹിക്കുന്നുണ്ടെന്ന് പറയുക. ഹാപ്പിനെസ് അർഹിക്കുന്നുണ്ട്. നന്ദി കാണുക, അല്ലെ? ജീവിതത്തിൽ നിരന്തരമായ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അത് കാണുക, അഭിവൃദ്ധി കാണുക. സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ ഒരുപാടുണ്ട്. അതാണ് ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്, ജസ്റ്റ് എ ചോയ്സ്. അതൊരു ചോയ്സ് ആണ്. അതൊരു ചോയ്സ് ആണ്. നിരന്തരമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചോയ്സ് ആണ്. അത് നിങ്ങൾ ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്, അല്ലേ? അത് എന്തല്ല, അത് നമ്മൾ മറ്റുള്ള, ഇറ്റ് ഈസ് നോട്ട് എ റിസൾട്ട്. അത് നമ്മൾ റിസൾട്ട് അല്ല, മറ്റുള്ള കാലം കിട്ടുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ട് കിട്ടുന്നതിന് റിസൾട്ടിന്റെ പേരല്ല ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഇസ് എ ചോയ്സ്, ഇറ്റ് ഈസ് നോട്ട് എ ചാൻസ്. അതൊരു ചാൻസ് അല്ല, ഇറ്റ് ഈസ് എ ചോയ്സ്. നത്തിങ് വിൽ മേക്ക് യു ഹാപ്പി അൻറ്റിൽ യു ചൂസ് ടു ബി ഹാപ്പി. നിങ്ങൾക്ക് എന്തിണ്ടായിട്ട് കാര്യമില്ല, സമ്പത്തിൻ്റെ കാര്യം. ഇപ്പൊ നിങ്ങൾ പറയുന്ന 3 ലക്ഷം കിട്ടാണ്ട് ആ 3 ലക്ഷം കിട്ടിയാൽ നിങ്ങൾ ഹാപ്പി ആവില്ല. നിങ്ങൾ വെറുതെ പറയാ, അപ്പൊ നിങ്ങൾ അടുത്ത വേറെ കിട്ടാളിനെ കുറിച്ച് ചിന്തിക്കുക. അത് കഴിയാൻ പിന്നെ അടുത്ത കിട്ടാളിനെ കുറിച്ച് ചിന്തിക്കും. അത് കഴിയാൻ പിന്നെ വേറെ. ഇതിങ്ങനെ ജീവിതത്തിൽ തുടർന്നു പോകും. അവസാനം നിങ്ങളെ കുഴിയിലേക്ക് എടുക്കുന്നത് വരെ നിങ്ങളെ കൊണ്ടുപോകും. വേറൊന്നും അതിൽ സംഭവിക്കില്ല, വേറൊന്നും അത് സംഭവിക്കാൻ പോകുന്നില്ല. ഈ സത്യം നത്തിങ് വിൽ മേക്ക് യു ഹാപ്പി അൻറ്റിൽ യു ചൂസ് ടു ബി ഹാപ്പി, അല്ലെ? നിങ്ങൾക്കത് ചോയ്സ് ആവുന്നത് വരെ നിങ്ങളുടെ ഒരു ചോയ്സ് അതാവണം. ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് എന്റെ ചോയ്സ് ആണ്. ഇറ്റ് ഈസ് മൈ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. എന്റെ സ്വാഭാവികമായുള്ള മാനസികാവസ്ഥ അതാണ്. ഹാപ്പിനെസിന്റെ മാനസികാവസ്ഥയാണ്. എല്ലാവരും സ്ട്രൈറ്റ് ആയിരിക്കും. നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാം കേട്ടോ. ഹാപ്പിനെസ് എങ്ങനെ അത് മനസ്സിൽ ഉറപ്പിക്കുക, മനസ്സിൽ അത് ശക്തമായിട്ട് ഉറപ്പിക്കാൻ വേണ്ടി നല്ലൊരു മെഡിറ്റേഷൻ ഞാൻ വിചാരിക്കും. റെഡി അല്ലേ? ഒരു 5 മിനിറ്റ് 5 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യാം. റെഡി? ഇത് മനസ്സിൽ നമുക്ക് പതിയിപ്പിക്കണം. കുറെ ആളുകൾ ചോദിക്കുന്നത്, ഇത് പറ്റുമോ? പറ്റും, സാധിക്കും, കഴിയും, പറ്റും, സാധിക്കും, കഴിയും. സ്ട്രൈറ്റ് ആയിരിക്കും. റിലാക്സ് യുവർ മൈൻഡ്, റിലാക്സ് യുവർ ബോഡി. മനസ്സിനെയും ശരീരത്തെയും എന്ത് ചെയ്യുക? ശാന്തമാക്കിയിരിക്കും കേട്ടോ. മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കി, കാലുകൾ തറയിൽ പതിച്ചിരിക്കുക, നട്ടിൽ നിവർത്തി, തല ഉയർത്തി, അല്ലെ? തല താഴ്ത്തി നല്ല അഭിമാനത്തോടെ, അല്ലെ? അന്തസ്സോടെ തലയുയർത്തി, ഇങ്ങനെ വളഞ്ഞിരിക്കല്ലേ? അന്തസ്സോടെ തല ഉയർത്തി, കണ്ണുകൾ സ്ട്രൈറ്റ് ആയി പിടിച്ചുകൊണ്ട് ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. Breathe in, breathe out. Relax your mind, relax your body. മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുന്നു. നിഷ്കളങ്കമായ നിരുപാധിക സ്നേഹത്തെ ഞാൻ കണ്ടെത്തുന്നു. എൻ്റെ ഉള്ളിൽ തന്നെയുള്ള നിഷ്കളങ്കമായ നിരുപാധികമായുള്ള സന്തോഷത്തെ ഞാൻ കണ്ടെത്തുന്നു. ഞാൻ എന്ന സന്തോഷം, ഞാൻ തന്നെയാണ് ആ സന്തോഷം. എന്തുണ്ട് എന്നുള്ളതല്ല, സന്തോഷമുണ്ടോ എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്തുണ്ട് എന്നുള്ളതല്ല, എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടോ എന്നുള്ളതാണ്. സന്തോഷമുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് ഞാൻ തന്നെയാണ്. അതാണ് കാരണം. എൻ്റെ ഉള്ളിൽ സന്തോഷം വരുത്തൽ അല്ലെങ്കിൽ ഉണ്ടാവൽ, അത് അനുഭവിക്കൽ, അതെന്റെ മാത്രം ചോയ്സ് ആണ്, എൻ്റെ ചിന്തയാണ്. ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ഏതവസ്ഥയിലും അങ്ങനെ തന്നെ കൊടുക്കാം മനസ്സ്. ഏതവസ്ഥയിലും ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് എൻ്റെ ചോയ്സ് ആണ്. Happiness is just my choice. It is
നോട്ട് എ ചാൻസ്. ഇറ്റ് ഈസ് ജസ്റ്റ് മൈ ചോയ്സ്. ഈ ബോധം പലപ്പോഴും കയ്യിൽ നിന്ന് കൈമോശം വന്ന് പോകും. ഈ ബോധതലത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മം, ധർമ്മം അതാണ്. ഈ ഒരു ബോധതലത്തിലേക്ക് ഉയരുക, ആ തലത്തിൽ നിന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. ആ ഒരു സന്തോഷം, ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിലും ആ സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. ഓരോ നിമിഷത്തിലും, ഓരോ സെക്കൻഡും. ഇപ്പോൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഈ നിമിഷത്തിലും ആ സന്തോഷം ഞാൻ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുന്നു. എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എനിക്കത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എനിക്കതിന് പറ്റുന്നുണ്ട്. എനിക്കതിന് സാധിക്കുന്നുണ്ട്. പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം എവിടെയോ ഉണ്ടല്ലേ? സാരമില്ല. പറയാട്ടാ, സാരമില്ല. ശരിയാവും. എല്ലാം ശരിയാവും അല്ലേ? നമ്മളെ ആശ്വസിപ്പിക്കാറില്ലേ? നമ്മളെ മക്കള് വീണാ എന്താ പറയാ നമ്മള്? സാരമില്ലടാ, റെഡിയാവും. സാരമില്ല, റെഡിയാവും അല്ലേ? നമ്മൾ ആശ്വസിപ്പിച്ചിട്ടുണ്ടോ സ്വയം? സാരമില്ല, റെഡിയാവും. അങ്ങനെ ചിന്തകൾ വന്ന് പ്രശ്നമാക്കണ്ട. സാരമില്ല, റെഡിയാവും. ഇറ്റ്സ് ഓക്കേ. റെഡിയാവും, 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 റെഡിയാവും. പറഞ്ഞ് പഠിപ്പിക്കുക. മനസ്സിന് നിരന്തരമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുക. സാരമില്ലടോ, റെഡി. നമ്മളെ സുഹൃത്തിനെ പോലെ ഉറ്റ സുഹൃത്ത്, നമ്മളെ ഏറ്റവും വലിയ സുഹൃത്ത് ആരോടോ? നമ്മൾ തന്നെയല്ലേ? നിങ്ങൾ കണ്ണാടിന് മുന്നിൽ പോയി നിൽക്കുന്നത് ഒന്ന് വിഷ്വൽ ചെയ്യാട്ടോ. എന്നിട്ട് കണ്ണാടിന്റെ മുന്നിൽ നിങ്ങളെ തന്നെ കാണുക. എന്നിട്ട് പറയാ, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയാം. ഞാൻ കൂടെയുണ്ട്. ആരുമില്ലെങ്കിലും ഞാൻ കൂടെയുണ്ട്. ലോകത്ത് ആരുമില്ലെങ്കിൽ. കാരണം ലോകത്ത് വിജയിച്ച ആളുകൾക്കൊന്നും ഇതേപോലെ ആരുമില്ലായിരുന്നു. അവർക്ക് ആളുകൾ ഉണ്ടായത് വിജയിച്ചതിന് ശേഷം അല്ലേ? പാപ്പരായുടെ കൂടെ ആരാ ഉണ്ടാവും? ഒരാളും ഉണ്ടാവില്ല. ചിലപ്പോൾ സ്വന്തം ഫാമിലി പോലും ഉണ്ടാവില്ല. ആരും ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ഉണ്ടാവുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരാളുണ്ടായാൽ മതി. ഒരാളുണ്ടായാൽ മതി. ആരാണത്? അതാരാണ്? അത് ഞാൻ തന്നെയാണ്. ആ എന്താല്ലേ? ആ ഒരു ഫീൽ ഒന്ന് അനുഭവിച്ചു നോക്കൂ. ആരുമില്ലെങ്കിൽ സാരമില്ലടാ, ഞാൻ കൂടെയുണ്ട്. ഞാൻ കൂടെയുണ്ട്. ഹാപ്പിയായി, നിറപുഞ്ചിരിയോടെ, മനസ്സിന്റെ നിറവിൽ നിന്ന് ആ സന്തോഷത്തോടെ, ആ സ്നേഹത്തോടെ, ആശ്വാസത്തിന്റെ വാക്കുകളായി, ആശ്വാസത്തിന്റെ ആ ഒരു നിറപുഞ്ചിരിയുമായി, നിറവിൽ നിന്ന് സപ്പോർട്ടായി, സ്നേഹമായി, കൈൻഡ്നെസ് ആയി, ദയയായി. എന്താ നിങ്ങൾക്ക് വേണ്ടത്? കണ്ണാടി നോക്കിയിട്ട് കൊടുക്കുക. എന്താ വേണ്ടത്? സന്തോഷമാണോ? സന്തോഷം കൊടുത്തുകൊണ്ടേയിരിക്കുക. സ്നേഹമാണോ? ഒരുപാട് സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുക. പണമാണോ? ഒരുപാട് പണം കൊടുക്കുന്ന ഫീല് കൊടുക്കുക. വരും അത്. കാരണം ഇതൊന്നും അല്ലടോ. 2000, 3000 കോടി കടം ആർക്കെങ്കിലും ഉണ്ടോ അവിടെ? എന്റെ സ്വന്തം ആർക്കെങ്കിലും 2000 കോടി കടം ഉണ്ടോ? 2000 കോടി കടമുള്ള ആൾ ഇന്ന് 10,000 കോടിയുടെ മേലെ ടേൺ ഓവർ ഉള്ള ബിസിനസ്സുകാരനാണ്. അറിയോ നിങ്ങൾക്ക്? അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2000 കോടിയുടെ ബാധ്യതയായിട്ട് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറയുന്ന ആളായിരുന്നു. 2000 കോടിയിലധികമായിരുന്നു ബാധ്യത. ബിസിനസ് ലോകം മുഴുവനും പ്രവചിച്ചു അയാൾ തിരിച്ചു വരില്ല. പക്ഷെ ഒരാൾ മാത്രം പറഞ്ഞു അയാൾ തിരിച്ചു വരുന്നു. അയാളെ അപ്രത്യക്ഷമായി കുറെ കാലം കണ്ടിരുന്നില്ല അയാൾ. അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നതിന് മുന്നത്തെ അനുഭവമായിട്ടാണ് പറയുന്നത് പഠനങ്ങൾ. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നു അല്ലേ? മൾട്ടി ബില്യണറായി തിരിച്ചു വന്നു. നിങ്ങൾ ആലോചിച്ചോ? എന്താണ് ആ മാനസികാവസ്ഥ? അത് മൈൻഡ് സെറ്റ് ആണോ? വേറെ ഒന്നുമല്ല. ലോകം മുഴുവനും എതിരായപ്പോഴും അദ്ദേഹം സ്വയം ഉണ്ട്, എന്റെ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട് എന്ന് അദ്ദേഹം അത് പറയാൻ കാണിച്ച ആർജവമാണ്. യെസ്, പറയാ, ഞാൻ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ എനിക്ക് തന്നെയാണ് ഹാപ്പിനെസ് കൊടുക്കുന്നത്, ഞാൻ ഹാപ്പിയാണ്. സ്നേഹം കൂടെയുണ്ട്. ആ സ്നേഹം നിറഞ്ഞിരിക്കുന്നുണ്ട്. ആ സന്തോഷം നിറഞ്ഞിരിക്കുന്നുണ്ട്. സമാധാനമുണ്ട്, ശാന്തിയുണ്ട്, സ്നേഹമുണ്ട്. ഉണ്ട് ഉണ്ട് ഇല്ല എന്ന് പറയുന്നത് കളവാണ്.
മേലിൽ ഞാൻ എന്നെ കളവ് പറഞ്ഞ് പറ്റിക്കില്ല എന്ന് പറയടോ. മറ്റുള്ളവർക്ക് പറ്റിക്കാൻ കഴിയില്ല, ആർക്കും പറ്റിക്കില്ല. കാരണം എന്റെ ജീവിതം ഇതെന്റെ ജീവിതമാണ്, ഇതെന്റെ ഉത്തരവാദിത്തമാണ്. ദിസ് ഈസ് മൈ ലൈഫ്, ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഇതെന്റെ ഉത്തരവാദിത്തമാണ്. എന്റെ വലത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയുക, ഇതെന്റെ ഉത്തരവാദിത്തമാണ്. എന്റെ ജീവിതം എന്റെ ഉത്തരവാദിത്തം, എന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. എന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. എന്റെ മാത്രം ഉത്തരവാദിത്തം. എന്റെ സന്തോഷം എന്റെ ചോയ്സ് ആണ്. ലൈഫ് ഈസ് ഫുൾ ഓഫ് ചോയ്സസ്. ഐ ചൂസ് ഹാപ്പിനെസ്. ലൈഫ് ഒരുപാട് ചോയ്സുകൾ മുന്നിലേക്ക് വെച്ചില്ലേ. ഞാൻ ഹാപ്പിനെസ് മാത്രമേ എടുക്കുന്നു, അല്ലാത്തെല്ലാം ഞാൻ തട്ടിക്കളയും, ഒഴിവാക്കിക്കളയും. എനിക്കത് വേണ്ട 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 വേണ്ട. എനിക്ക് വേണ്ടത് ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഉണ്ടായാൽ അവിടെ സമ്പത്തുണ്ട്. കാരണം എന്താ? സമ്പത്ത് ഉണ്ടായാൽ കിട്ടുന്ന സാധനം ഹാപ്പിനെസ് ആണ്. അപ്പൊ ഹാപ്പിനെസ് ഉണ്ടായാൽ ഓൾറെഡി സമ്പത്തുണ്ട്. അപ്പൊ സമ്പത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഞാൻ സമ്പന്നനാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ ഹാപ്പിയാണ്, എന്റെ ജീവിതം സമൃദ്ധമാണ്. ജീവിതം എത്ര മനോഹരമാണ്, പറയൂ. ജീവിതം എത്ര മനോഹരമാണ്. എല്ലാവരും എന്നെ സ്നേഹിക്കും, ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. ജീവിതം എത്ര മനോഹരമാണ്, എല്ലാവരും എന്നെ സ്നേഹിക്കും, ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. ജീവിതം എത്ര മനോഹരം, എല്ലാവരും എന്നെ സ്നേഹിക്കും, ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ്. എന്താ പ്രതിജ്ഞ? എന്തൊക്കെ സംഭവിച്ചാലും ഹാപ്പി ആയിരിക്കുക എന്നുള്ള എന്റെ തീരുമാനമാണ്. പറയാ, ഉറക്കെ പറയാ, ആൾക്കാർ കേട്ടോട്ടെ. ചുറ്റുപാട് ആൾക്കാർ കേട്ടോട്ടെ, നിങ്ങളെ പ്രതിജ്ഞ കേട്ടോട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും ഹാപ്പി ആയിരിക്കുക എന്നുള്ള എന്റെ തീരുമാനമാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഹാപ്പി ആയിരിക്കുക എന്നുള്ള എന്റെ തീരുമാനമാണ്. കാരണം ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് എല്ലാ സൊല്യൂഷന്റെയും വാതിൽ എന്ന് പറയുന്നത്. ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് എല്ലാ പരിഹാരങ്ങളുടെയും, എല്ലാ സമ്പത്തിന്റെയും, എല്ലാ സമൃദ്ധിയുടെയും വാതിൽ, താക്കോൽ എന്ന് പറയുന്നത് ഹാപ്പി ആയിരിക്കുക, സ്നേഹത്തോടെ ഇരിക്കുക, സന്തോഷമായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് എന്റെ ചോയ്സ് ആണ്, എന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഞാൻ വെള്ളം ചേർക്കില്ല. ഒരാൾക്കും ആ ഒരു എന്റെ തീരുമാനം, എന്റെ ആ ബോർഡറിലേക്ക്, എന്റെ ആ ഒരു അധികാര പരിധിയിലേക്ക് ഒരാൾക്കും പ്രവേശനം ഇല്ല. അതെന്റെ മാത്രം ചോയ്സ് ആണ്, അതെന്റെ മാത്രം തീരുമാനമാണ്. അതാണ് നിറവിൽ. ആ നിറവിൽ, ആ ഹാപ്പിനെസിന്റെ നിറവിൽ ഞാൻ ജീവിക്കുന്നു. ആ ഒരു ഹാപ്പിനെസിന്റെ നിറവിൽ ഞാൻ ജീവിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഗോഡ്. സർവേശ്വരന്, പ്രപഞ്ച സൃഷ്ടാവിന്, പ്രപഞ്ച ശക്തിക്ക്, ദൈവത്തിന്, അള്ളാഹുവിന്, സർവേശ്വരന്. എന്താണ് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്ത് നമ്മളെ ആ ഒരു മഹാശക്തിക്കെല്ലാം ആ ശക്തി എപ്പോഴും വെളിച്ചം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു. ആ വെളിച്ചമാണ് ഇപ്പോൾ ഈ നിമിഷം നമുക്ക് ലഭിച്ചതും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതും ലഭിക്കാനിരിക്കുന്ന എല്ലാം ആ വെളിച്ചം മാത്രമാണ്, വേറൊന്നുമല്ല. അത് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. താങ്ക് യു, 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 താങ്ക് യു. വാ, എന്താലേ ആ ഫീൽ, എന്താലേ. എന്താ ചിരി വരാത്തെ? എന്താലേ എന്നുള്ള ചിരി വരാ. എന്താലേ, തീരുമാനിച്ചില്ലേ? തീരുമാനിച്ചില്ല. അടിപൊളി, 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 അടിപൊളി. വാ. അത് നിങ്ങൾ ഇങ്ങോട്ട് വന്നാലേ ലൈഫ് പൊളിയല്ലേ, കളറല്ലേ. എന്തിനാടോ കഴിഞ്ഞ ജീവിതം ഞാൻ വെറുതെ ടെൻഷനായി, ഞാൻ വെറുതെ ചിന്തിച്ചില്ലേ. ഇനി ഞാൻ ഒരു സെക്കൻഡും കളിയില്ല അല്ലേ? ഇല്ലല്ലോ, ഒരു സെക്കൻഡും കളിയില്ലല്ലോ. അടിച്ചു പൊളിക്കട്ടാ, ജീവിതം അടിച്ചു പൊളിക്കട്ടാ. താങ്ക് യു സോ മച്ച്. എല്ലാവരും കണ്ണു തുറന്നോട്ടെ, എപ്പോഴും ഇതിലേക്ക് തിരിച്ചു വരാൻ. നാളെ നമ്മളെ കലാശക്കൊട്ടാണ്, എല്ലാവരും വരണേ. നാളെ നമ്മളെ കലാശക്കൊട്ടാണ്. നാളെ ഇതിന്റെ ഒരു ടോപ്പ് ലെവലിലേക്കുള്ള ഒരു കലാശക്കൊട്ടാണ്. എല്ലാവരും ഉണ്ടാവില്ലേ? നാളെ ഉണ്ടാവില്ലേ? നാളെ ഒരു പൊളിയാണ്. ഇതിന്റെ സ്പിരിച്വൽ ജേർണിയിൽ ഏറ്റവും പൊളിക്കുന്ന ദിവസമാണ് നാളെ. എല്ലാവരും ഞാൻ ക്ഷണിക്കണം, എല്ലാവരും വരണം കേട്ടാ. എല്ലാവരും വരണം, ആരും വിട്ടുപോകരുത്, എല്ലാവരും വരണം മാക്സിമം. നാളത്തെ ഒന്നിപ്പോ നമ്മൾ 900 ഒരു 100 പേര് എവിടെയോ കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് നാളത്തെ റെഡി ആക്കൂലേ? ഉണ്ടാവാൻ പാടില്ല. 1K കഴിഞ്ഞാലും പിന്നെ യൂട്യൂബ് ലിങ്ക് കൊടുക്കാൻ പറ്റണം. പറ്റൂലേ? നാളെ നാളെ 1K പൊളിക്കണ്ടേ? കൊടുക്കൂലേ? മാക്സിമം കൊടുക്കൂലേ?
ഹാപ്പിനെസിന്റെ പ്രത്യേകത എന്താ? കൊടുക്കും തോറും ഏറിടും അല്ലെ? ഹാപ്പിനെസിന്റെ പ്രത്യേകത എന്താ? കൊടുക്കും തോറും ഏറിടും. കൊടുക്കൂലേ? എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം എന്താ? നിങ്ങൾക്ക് നൽകും തോറും എന്റെ ഹാപ്പിനെസ് 1000 ഇരട്ടിയാകുന്നു. എന്താ അല്ലേ? ഇത് എവിടുന്ന് കിട്ടാനാടോ? നിങ്ങൾ കൊടുക്കൂലേ? നിങ്ങളത് ഇരട്ടിയാവും കേട്ടോ. ഓക്കെ, അപ്പോ അതിനിടയ്ക്ക് സൂചിപ്പിക്കുകയാണ്, കുറെ ആളുകൾ അന്വേഷിച്ചു പേഴ്സണലി നമ്മൾ ക്ലാസ്സിനെ കുറിച്ച് ചോദിച്ചിരുന്നു. 23-ാം തീയതി നമ്മളെ മൈൻഡ് മാസ്റ്ററി ഫസ്റ്റ് ബാച്ച് കുറെ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും എന്റെ സന്തോഷം അറിയിക്കുകയാണ്. ഇനിയും ജോയിൻ ചെയ്യാത്ത, അതായത് നമ്മുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് 1 മന്ത് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ട്. ഈ ഒരു അതൊക്കെ ചില സമയത്ത് ഡൗൺ ആയി പോകും. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് വീണ് പോകുന്നത് ആ സമയത്ത് കൈപ്പിടിച്ച് ഉയർത്തുന്ന ഒരുപാട് മെന്റേഴ്സ് ഉള്ള, കൊച്ചുമാരുള്ള നമ്മുടെ മൈൻഡ് മാസ്റ്ററി കോഴ്സ് ഉണ്ടല്ലോ. അതുപോലെ ഇതിന്റെയൊക്കെ ഡീപ്പ് ലെവൽ പ്രാക്ടീസ് ഉള്ള, നിങ്ങളുള്ള ബ്ലോക്കിനെ ശരിക്കും ഹാപ്പിനെസ് അനുഭവിക്കാൻ നിങ്ങളെ തടസ്സം നിൽക്കുന്ന ആ ബ്ലോക്കിനെ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ ഫുൾ ഓഫ് ജോയ് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് എന്താ പറയാ നമ്മള് അബൻഡൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന അറിയിക്കുന്ന ലൈഫിലേക്ക് എത്താനുള്ള മനോഹരമായുള്ള നമ്മുടെ EFT മൈൻഡ് മാസ്റ്ററി കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത ആളുകളെ ഉടൻ ജോയിൻ ചെയ്യാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും മാക്സിമം ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ. ഓക്കെ, ജോയിൻ ചെയ്ത എല്ലാവരോടും എന്റെ സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച് അർഹിക്കുന്ന ലൈഫിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞു. നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളോട് ഈ കോഴ്സിനെ കുറിച്ച്, ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമ്മുടെ മോർണിംഗ് ക്ലാസ്സിന്റെ ലിങ്ക് അയച്ചെന്ന, വീഡിയോസ് അയച്ചെന്ന, ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ, നമ്മളെ കോഴ്സ് കൗൺസിലേഴ്സ് ആണ്, CCമാർ എന്ന് പറയും. അവരോട് അന്വേഷിക്കാൻ നമ്മൾ ടീം മെമ്പേഴ്സ് ആരാണോ നിങ്ങളെ കണക്ട് ചെയ്ത് അവരോടൊക്കെ ചോദിച്ചിട്ട് ഡീറ്റെയിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ആരെങ്കിലും ഹാപ്പിനെസ്സിന്റെ 2 വാക്ക് പറയാൻ ആഗ്രഹമുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് ചുരുക്കി പറയാൻ സമയം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. സംസാരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ പറഞ്ഞോളൂ, അവസരം കൊടുത്തോളൂ കേട്ടോ. അധികം അവസരമല്ല, പെട്ടെന്ന് പറയട്ടാ, അധികം ടൈം എടുക്കുന്നില്ല, നമ്മൾ TC സെഷൻ ഉള്ളത് കൊണ്ട്. ഓക്കെ, കമോൺ. കമോൺ, അഡ്മിറ്റ് ചെയ്ത് പറയൂ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഭയങ്കര ഹാപ്പിയായി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ര സൂപ്പർ ക്ലാസ്. മാഷാഅല്ലാഹ്, പറയാന്ന് വാക്കുകളില്ല. യെസ്, അടുത്ത ആള് പറയൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ, ഞാൻ 27th ബാച്ചില് ഷർജിന. ശരിക്കും EFT നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും 27th ബാച്ചിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അത്രത്തോളം അതിനെ ആ ഒരു അവബോധ തലത്തിൽ ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു. ഈ ഒരു റീസൺലി കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് കുറച്ചും കൂടെ അവബോധത്തോടു കൂടി ഈ ഒരു EFTയെ കാണുന്നത്. അപ്പോൾ സാറിന്റെ ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആ കാര്യങ്ങൾ ഉണർത്താൻ ഒരാൾ വേണം. അത് ഉണർത്തുന്ന ഒരു മേഖലയാണ് ഈ ഒരു EFT. പ്രത്യേകിച്ചും സാറിനോട് എങ്ങനെ ഇതിൽ നന്ദി പറയണം, അത് ബിയോണ്ട് വേർഡ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ EFT ഫാമിലിയിലുള്ള ഓരോരുത്തരെ കാണുമ്പോഴും അറിയാണ്ട് ഒരു ലവ്, എന്തോ ഒരു പോസിറ്റീവ് എനർജി, നമ്മൾ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴും നമ്മുടെ രോമാഞ്ചം വരികയാണ്. ആ രീതിയിലേക്ക് നമ്മുടെ എനർജി ലെവല് വളരെയധികം ബൂസ്റ്റപ്പ് ആവാണ്. എന്തൊക്കെയോ നമ്മൾ ചെയ്തിട്ടുള്ള നന്മകളോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള നന്മകളോ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഉള്ളിലുള്ള അറിവ് അല്ലെ കഴിവുകളെ തിരിച്ചറിയാൻ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. പലപ്പോഴും ബൈ ഗോഡ്സ് ഗ്രേസ് ആരെങ്കിലുമൊക്കെ വഴിയായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, എന്നാലും ഞാൻ എന്റെ സന്തോഷത്തിന്റെ തീവ്രത കൊണ്ട് പറഞ്ഞു പോവാണ്. ഇതിൽ ആദ്യമായി വന്നിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അത് എന്ത് തന്നെ ആവട്ടെ, അത് നിങ്ങൾക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം വളരെ അത്യാവശ്യമാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് അനുഭവിച്ചറിയണം. എന്തായാലും നിങ്ങൾ എല്ലാവരും EFTയിൽ ജോയിൻ ചെയ്യുക. യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ ഹാപ്പിനെസ്സും യഥാർത്ഥ അബൻഡൻസും നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. എല്ലാവരും ഈ ലോകം മുഴുവനും സന്തോഷം നമുക്ക് പരത്താൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. Thank you sir, thank you from the bottom of my heart. Thank you ഷർജിന, thank you. ശരിക്കും പറയട്ടോ, ഞാൻ പറയുന്നത്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ 4th ബാച്ചിലെ ആയിഷയാണ്. സാറിന്റെ ഈ ക്ലാസ് ഇന്നലത്തെ ഒക്കെ ക്ലാസ് വളരെ സൂപ്പറായിരുന്നു. മനുഷ്യൻ നന്നാകാൻ ഇത് മാത്രം മതി.
മനുഷ്യനെ സ്നേഹം കൊടുക്കുക, നമ്മൾ സ്വയം മനസ്സിനെ ഉൾക്കൊള്ളുകൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കുക, മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്ന ഈ മുദ്രാവാക്യമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. EFTയിൽ ചേരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരിക തന്നെ വേണം. എന്നാലേ നമ്മൾ പഠിച്ച റബ്ബിനെ നമ്മൾ സ്തുതിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മുടെ ആത്മാർത്ഥമായി ഉള്ളിൽ അലിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സ് നല്ല ഒരു സ്നേഹത്തിന്റെ ഹാപ്പിനെസിന്റെ കലവറ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും സഹായിക്കുന്നുണ്ട്. ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നവരൊക്കെ വരിക. സാറിന് പ്രത്യേകം ഗ്രാറ്റ്യൂട്ട്. എല്ലാ PCMമാർക്കും. എൻ്റെ PC അഫ്ജീന മേമയായിരുന്നു. ഞങ്ങൾ ഇപ്പൊ റിയാദിലാണെന്ന് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പ് അടിപൊളിയായി പോകുന്നുണ്ട്. സാറ് കുറച്ച് ഡിമ്മായിരുന്നാലും ഞങ്ങള് തെറാപ്പി ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ഒറ്റ ദിവസം ഇല്ലാതെ ഞങ്ങൾ തെറാപ്പിയും ഹാപ്പിനെസ് കൊടുക്കുന്ന പാട്ടായിട്ടും അതുപോലെ അവയർനെസ് നൽകിക്കൊണ്ട് ഒരാളില്ലെങ്കിൽ ഒരാൾ മുന്നിട്ടിറങ്ങുന്നു. ഞാനും ചിലപ്പോൾ അവയർനെസ് കൊടുത്തുകൊണ്ട് തെറാപ്പി ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങളെ ഗ്രൂപ്പ് നന്നായിട്ട് പോകുന്നുണ്ട്. ഗഫൂർ സാഹിബ്, സുലൈമാൻ സാറ്, അങ്ങനെ സിയാസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത ആളേക്ക് വരാം. സുമിത്ര ചേച്ചി മ്യൂട്ടാ. ഒരുപാട് സന്തോഷമുണ്ട് സാർ. പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അത്രയും നല്ല ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സാറിനെ നമുക്ക് കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം മുൻജന്മ പുണ്യം എന്ന് പറയാം. അത്രയും സന്തോഷവും സമാധാനവും എന്താ പറയണ്ടേ, എല്ലാം പറയാൻ വാക്കുകളില്ല സാർ. അത്രയും ഭാഗ്യമാണ് നമുക്ക് സാറിന്റെ ക്ലാസ്സിനെ കൊണ്ട് കിട്ടുന്നത്. സാറിനെ കൊണ്ടും എല്ലാ ദിവസവും സാറിനെ കാണാൻ പറ്റുന്നതിന് ഏറ്റവും വലിയ പുണ്യമായിട്ട് കരുതുന്നു. ഈ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഒരിക്കലും ഒരു നഷ്ടവും ആവില്ല. അവർക്കെല്ലാം ഭാഗ്യം മാത്രമേ കിട്ടൂ. നല്ലൊരു പുണ്യം ചെയ്ത ജന്മങ്ങൾക്ക് ഇതിലേക്ക് കയറാൻ പറ്റൂ, ഈ ക്ലാസ്സിലേക്ക്. ഇത്രയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാർ. താങ്ക് യു സാർ. ഇനിയും ഒരുപാട് താങ്ക് യു. ഓക്കെ, ഇനി ആരാണ്? ഹായ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. എത്ര പറഞ്ഞാലും മതിയാവില്ല. സാറിന് തുല്യ സാറ് മാത്രമാണ്. ഇത്രത്തോളം നല്ലൊരു ക്ലാസ് വേറെ ആർക്കും എടുത്തു തരാൻ പറ്റില്ല. അത്രയും നല്ല ക്ലാസ് ആയിരുന്നു. വളരെ നന്ദിയുണ്ട്. താങ്ക് യു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ വെളിച്ചം സാറിനോടാണ് എനിക്കും കാണാൻ പറ്റിയത്. അൽഹംദുലില്ലാ, ഒരുപാട് നന്ദി പറയുന്നു. വാട്ട് കാൻ ഹാപ്പൻ ബെറ്റർ ആൻഡ് ദീസ്. വളരെ ഓക്കെ, താങ്ക് യു. വാട്ട് കാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ് എന്ന് EFT പഠിച്ച ആളുകൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അവർ പറഞ്ഞ് മനസ്സിലാവാത്തവരുണ്ടാവും. അവർ EFTയിൽ അഡ്വാൻസും ബേസിക് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഒരുപാട് പങ്കുവെച്ച ആളാണ്. കൺഗ്രാറ്റുലേഷൻ, വലിയ സന്തോഷം. ഷെറീന, ഗുഡ് മോർണിംഗ് സർ. ഷെറീന, ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വരുന്നത്. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ഹാപ്പിനെസ്സിൽ നിന്ന് അൺകണ്ടീഷണൽ ഹാപ്പിനെസ്സിലേക്ക് ആ ഒരു നല്ലൊരു മെസ്സേജ് സാറാണ് കൺവേ ചെയ്തത്. ഇപ്പൊ EFTയിൽ വരാത്തവരോടായിട്ട് എനിക്കൊരു മെസ്സേജ് ഉള്ളത്, ഞാൻ EFTയിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സാറിന്റെ അവയർനെസ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് 4 എനർജി മെഡിസിനെ പറ്റിയിട്ടുള്ള ഐഡിയാസ് കിട്ടും. ആ എനർജി മെഡിസിൻ ആക്ച്വലി ടൂൾസ് ആണ്. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പൊ ആ ഡൗൺ സംഭവിക്കുമ്പോൾ നമ്മൾക്ക് ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു മുതൽക്കൂട്ടാണ്, എൻ്റെ ലൈഫിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ ഒരിക്കലും നഷ്ടമാവില്ല. അതല്ല, EFT ഫാമിലിയുടെ ഒരു ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ആ ഫാമിലിയിലെ മെമ്പേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ ക്വാളിറ്റീസും നമുക്ക് കിട്ടുന്നുള്ളതാണ്. താങ്ക് യു സർ. താങ്ക് യു ഷെറീന ടീച്ചർ, വലിയ സന്തോഷം. പോയിന്റ് അപ്പ് ചെയ്യാം. നമ്മളിനി കോഴ്സ് ചെയ്ത ആളുകൾക്ക് ATC ഉണ്ട്, അതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ATCയിൽ നമ്മൾ കോഴ്സ് ചെയ്ത എല്ലാവരും എത്തുക എടാ. അപ്പോൾ എല്ലാവരും ഇതിൽ ഇനി ജോയിൻ ചെയ്യാത്ത എല്ലാ ആളുകളെയും ഞാൻ വെൽക്കം ചെയ്യും. നിങ്ങൾ ഈ ഫാമിലിക്ക് വരും കേട്ടോ, അല്ലേ? എന്തായാലും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാണ്. ഫാമിലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവർ പറയുന്ന അതേ സന്തോഷവും സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കുക കേട്ടോ. ഓക്കെ, ഈ ക്ലാസ്സിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കോഴ്സിലൂടെ കിട്ടുന്ന എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ആ ഡിഫറൻസ് എന്താണെന്നല്ലേ. എനിവേ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. Thank you so much. Thank you. Thank you. Thank you, sir. Thank you so much. Thank you. Thank you very much, sir. Alhamdulillah. Thank you, sir.